നമ്മുടെ നല്ല ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ പരലോകം പടച്ചവൻ സന്തോഷമാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സന്തതികളുടെ ഒക്കെ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർക്കണമെന്ന് കൽപ്പിക്കുകയും അവരുടെ കൽപ്പനകൾ അള്ളാഹുവിനോടുള്ള കരാറുകൾ പാലിക്കണമെന്ന് നിർദ്ദേശിക്കുകയും അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ വിശ്വസിക്കണമെന്നും ഭൗതിക ജീവിതത്തിലെ താൽക്കാലിക വിലകൾക്ക് വേണ്ടി അവരീ മഹത്തായ ആശയത്തെ വിൽപ്പന നടത്തരുതെന്നും സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കലർത്തുകയോ സത്യം മറച്ചുവെക്കുകയോ ചെയ്തുകൊണ്ട് സമൂഹത്തെ വഞ്ചിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടരുതെന്നും നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നിസ്കരിക്കുന്ന ആളുകളുടെ സംഘ ശക്തിയിൽ ഉൾപ്പെടാനുള്ള നിർബന്ധ ബുദ്ധി കാണിക്കുകയും ചെയ്യണം എന്നും അവരോട് അല്ലാഹു തആല കൽപ്പിച്ചത് നേരത്തെ നാം സൂചിപ്പിച്ചു. ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും സ്വന്തം ശരീരത്തിൽ നന്മ വിസ്മരിക്കുകയും ചെയ്തു പോകുന്ന ഗ്രന്ഥവായന നടത്തിയിരുന്ന പാതിരിമാർ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത് വളരെ മോശമാണെന്നും ഉണർത്തി. ഇനി മറ്റൊരു കൽപ്പനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 45-ാമത്തെ ആയത്തിലൂടെ ഉണർത്തുന്നത്. വസ്തഈനു, നിങ്ങൾ സഹായം തേടുക, ബിസ്സബരി, ക്ഷമ കൊണ്ട്, വസ്സലാ, നിസ്കാരം കൊണ്ടും നിങ്ങൾ സഹായം തേടുക. വ ഇന്നഹാ ലകബീറത്തുൻ, നിശ്ചയം ഈ നിസ്കാരം അത് വലിയ ഭാരമേറിയ കാര്യമാകുന്നു. ഇല്ലാ അലൽ ഖാശിഈൻ, ഭക്തന്മാരുടെ മേലിൽ ഒഴിച്ച്. ഭക്തന്മാർക്ക് നിസ്കാരം ഭാരമല്ല, മറ്റുള്ളവർക്കൊക്കെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഭാരമേറിയ സംഗതിയാണ്. എടുക്കാൻ സാധിക്കാത്തൊരു ചുമട് ചുമക്കാൻ പറയുന്നത് പോലത്തെ ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെടും. ആ നിസ്കാരം നിർവഹിച്ചുകൊണ്ടും അതിനാവശ്യമായ ക്ഷമ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ടും ശരീരത്തിന്റെ താല്പര്യങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനത്തിന് നിങ്ങൾ ശ്രമിക്കണം എന്ന് അല്ലാഹു ഉണർത്തി. എന്നിട്ട് ആ ഭക്തന്മാരാരാണ് എന്ന് അല്ലാഹു തആല രേഖപ്പെടുത്തുകയാണ്. അല്ലദീന യളുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം, ഭക്തന്മാർ അവരുടെ നാഥനെ കണ്ടുമുട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണവർ. വ അന്നഹും ഇലൈഹി റാജിഊൻ, നിശ്ചയം അവനിലേക്ക്, ആ നാഥനിലേക്ക് അവർ മടങ്ങുന്നവരുമാണ് എന്ന് വിശ്വസിക്കുന്ന ഭക്തന്മാർ. അവർക്കൊഴിച്ച് നിസ്കാരം ഭാരമേറിയതാകും. അവരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം ഒരു പ്രശ്നമുള്ള കാര്യമായിരിക്കുകയും ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് വീണ്ടും യാ ബനി ഇസ്രായീല, ഓ ഇസ്രായേൽ സന്തതികളെ, ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, നിങ്ങൾക്ക് ഞാൻ നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം. വ അന്നി ഫളൽതുകും അലൽ ആലമീൻ, സമകാലിക സമൂഹത്തിൽ മറ്റുള്ളവരെക്കാൾ എല്ലാം നിങ്ങളെ നാം ശ്രേഷ്ഠമാക്കി എന്ന കാര്യവും നിങ്ങൾ ഓർക്കണം. ഇസ്രായേലികൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ, അക്കാലഘട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയും മഹത്വമുള്ളവരായിട്ട് അള്ളാഹു അവരെ പരിഗണിച്ചിരുന്നു എന്നതും നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞതിനു ശേഷം വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. എങ്ങനത്തെ ദിവസം? ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, ഒരു ശരീരവും മറ്റൊരു ശരീരത്തിനു വേണ്ടി യാതൊരു ബാധ്യതയും നിറവേറ്റാത്ത ദിവസം. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, ഒരു ശരീരവും മറ്റൊരു ശരീരത്തിനു വേണ്ടി യാതൊരു ബാധ്യതയും അന്ന് നിറവേറ്റുകയില്ല. വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ, അതേപോലെ ആരിൽ നിന്നും ശുപാർശ സ്വീകരിക്കപ്പെടുകയുമില്ല. വലാ യുഖദു മിൻഹാ അദ്ലുൻ, ഒരാളിൽ നിന്നും ദണ്ഡം സ്വീകരിക്കപ്പെടുകയുമില്ലാത്ത ദിവസം. അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട്, അത് നിങ്ങൾ സൂക്ഷിക്കണം. വലാഹും യുൻസറൂൻ, ആ ദിവസം ആരെയും സഹായിക്കപ്പെടുന്നവരും അല്ല. അപ്പോ സ്വന്തം വിഷമത്തിൽ അകപ്പെട്ടു പോകുന്ന, അവനവന്റെ പ്രവർത്തനത്തിന്റെ ബലത്തിൽ മാത്രം രക്ഷപ്പെടാൻ സാധിക്കുന്ന സംവിധാനം നിലനിൽക്കുന്ന, മറ്റൊരാൾ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമെന്നോ റെക്കമെൻഡിലൂടെ രക്ഷപ്പെടാമെന്നോ ഉള്ള യാതൊരു നിലപാടും സ്വീകരിക്കാൻ സാധിക്കാത്ത, ശുപാർശയിലൂടെ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു. അതേപോലെ
അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറെ അനുഗ്രഹങ്ങൾ ഇനി തുടർന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ വ്യാഖ്യാനത്തിനു ശേഷം നമുക്ക് അതിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു. ഏതായാലും ഇവിടെ ഒന്നാമതായിട്ട് പറയുന്നത് വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിസ്കാരം കൊണ്ടും അതേപോലെ ക്ഷമ കൊണ്ടും നിങ്ങൾ സഹായം തേടുക എന്നാണ്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒന്നാമതായി ഇവിടെ ഒരു നിരീക്ഷണം, ഇഖ്തലഫു ഫിൽ മുഖാത്തബീന ബിഖൗലിഹി സുബ്ഹാന വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും സഹായം തേടുക എന്ന ഈ സംബോധന അതാരോടാണ് എന്ന വിഷയത്തിൽ വ്യാഖ്യാതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ഹുമുൽ മുഅ്മിനൂന ബിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച വിശ്വാസികളോട്, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനോടാണ് ഈ പറയുന്നത്. കാരണം എന്താ, അവര് മുഅ്മിനീങ്ങളല്ലാത്ത അവര് ഇസ്രായേലികള് അവിടാണ് ഈ പറയണതെങ്കിൽ അവരന്ന് നിസ്കാരത്തെ മാത്രമല്ല ഇതിന്റെ എല്ലാ ഘടകങ്ങളെയും നിഷേധിക്കുന്ന ആൾക്കാരാണല്ലോ. അതുകൊണ്ട് ഇത് നിസ്കാരത്തെ തന്നെ നിഷേധിക്കുന്ന ആളുകളോട് നിസ്കാരം കൊണ്ട് ക്ഷമ, അതേപോലെ നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ സഹായം തേടണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ വളരെ പ്രമുഖമായിട്ടുള്ള അഭിപ്രായം, മുഅ്മിനീങ്ങൾക്ക് ഇത് ബാധകമാണെങ്കിൽ പോലും ഇവിടെ നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം ആരെക്കുറിച്ചാ? ജൂതന്മാരെ കുറിച്ച്, ഇസ്രായേലികളെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ കൽപ്പനയും ആരോട് തന്നെയാണ്? ഇസ്രായേലികളോട് തന്നെയാണ് എന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. ഏതായാലും മഹാനവർകൾ അവിടെ എന്നിട്ട് പറഞ്ഞു, ഇന്നഹു തആല ലമ്മ അമറഹും ബിൽ ഈമാനി, അവരോട് അല്ലാഹു തആല വിശ്വസിക്കാൻ വേണ്ടി കൽപ്പിച്ചല്ലോ നേരത്തെ ഒരായത്തിൽ, വആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅക്കും എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്തിൽ. അതേപോലെ ഓബി തർക്കിൽ ഇദ്ലാലി, മറ്റുള്ളവരെ വഴിതെറ്റിക്കരുത് എന്നും അവരോട് കൽപ്പിച്ചല്ലോ. ഓബി ഇൽത്തിസാമി ശറാഇ, അതുപോലെ തന്നെ മതനിയമങ്ങൾ പാലിക്കണമെന്നും കൽപ്പിച്ചു. വഹിയ സ്വലാത്തു വ സക്കാ, അത് നിസ്കാരവും നോമ്പൊക്കെയാണ്, സക്കാത്തൊക്കെയാണ്. അഖീമു സ്വലാത്ത വാതു സക്കാത്ത എന്ന് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞല്ലോ. അതൊക്കെ അവരോട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. എന്നാൽ വകാന ദാലിക ശാഖൻ അലൈഹിം, അതവർക്ക് വലിയ പ്രയാസമായി തീർന്നു. ലിമാ ഫീഹി, എന്താണ് പ്രയാസാവാൻ കാരണം? ആ കൽപ്പന പാലിക്കുന്നതിൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച് അതേപോലെ തന്നെ ഇസ്ലാമിക കൽപ്പനകളൊക്കെ ജീവിതത്തിൽ പുലർത്തി മുന്നോട്ട് പോകുമ്പോൾ അവർ കണ്ടിരുന്നൊരു നഷ്ടമുണ്ട്. അതെന്താ? മിൻ തർക്കി റിയാസാത്തി വൽ ഇറാദി അനിൽ മാലി വൽ ജാഹി, അധികാരം നഷ്ടപ്പെട്ടു പോകുമെന്നതും അതുപോലെ തന്നെ സാമ്പത്തികമായും അതുപോലെ മറ്റുള്ള പവറുകൾ അത് നഷ്ടപ്പെട്ടു പോകുമെന്നത്. റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചാൽ പിന്നെ ഹീറോ ആരാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകും. അള്ളാഹിന്റെ റസൂല് ഹീറോ ആയി തങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന ഞങ്ങളുടെ ആ പ്രാധാന്യം കുറഞ്ഞു പോകുമെന്നതും ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭൗതികമായ നക്കാപ്പിച്ചകൾക്ക് കുറവ് വരുമെന്നും അവർ മനസ്സിലാക്കിയതാണ് നബിതങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നതിനും അതേപോലെ തന്നെ ഇസ്ലാമികമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതിനും അവർക്ക് തടസ്സമായി കാണുന്നതെങ്കിൽ, ബഹുമാനപ്പെട്ട ഇസ്ലാം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ആലജല്ലാഹു തആല ഹാദൽ മർള, ഈ രോഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചികിത്സിക്കുകയാണ്. ഫഖാല വസ്തഈനു ബിസ്സബ്രി വസ്സലാ, കണ്ടോ, ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും നിങ്ങൾ സഹായം തേടണം. എന്തായി പറഞ്ഞേ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായിട്ട് വഴിമുടക്കിയായിട്ട് അവൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഞാൻ നേരത്തെ നിൽക്കുന്ന ജൂതമതത്തിന്റെ പുരോഹിതനായി നിൽക്കുമ്പോൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബെനിഫിറ്റുകൾ, അതേപോലെ സമൂഹത്തിൽ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മാന്യത, ആ പ്രാധാന്യം നഷ്ടപ്പെടുക, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ കുറഞ്ഞു പോവുക എന്നീ സംഗതികളിൽ പെട്ടുപോവുക എന്നത് ആലോചിക്കാനും ചിന്തിക്കാനും സാധിക്കാത്ത വിധം അവർ അതിന് അടിമകളായി നിൽക്കുന്ന ഒരു ഘട്ടമുണ്ടായപ്പോൾ അവരുടെ മനസ്സിനെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാനുള്ള ചികിത്സയാണ് അല്ലാഹു തആല നിർദ്ദേശിക്കുന്നത്. വസ്തഈനു, നിങ്ങൾ ഈ ഒരു വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായം തേടുക. ബിസ്സബിരി, ക്ഷമ കൊണ്ട് നിങ്ങൾ സഹായം തേടുക. എന്താണ് അപ്പൊ ഈ ക്ഷമ കൊണ്ട് സഹായം തേടുക എന്ന് പറഞ്ഞത്? കഅന്നഹു ഖീല, അവരോട് പറയപ്പെട്ടതുപോലെയുണ്ട്. വസ്തഈനു അലാ തർക്കിമാ തുഹിബ്ബൂന മിനദ് ദുനിയ, നിങ്ങൾ സ്നേഹിക്കുന്ന ദുനിയാവ് ഉപേക്ഷിക്കുന്നതിന്റെ മേലിൽ നിങ്ങൾ സഹായം തേടുക. അതേപോലെ വദ്ദുഖൂലി ഫീമാ തസ്തസ്ഖിലുഹു തിബാഉക്കും,
നിങ്ങളുടെ പ്രകൃതം വലിയ ഗൗരവതരമായി കാണുന്ന സംഗതിയിൽ പ്രവേശിക്കുക, അഥവാ ഇസ്ലാമിൽ പ്രവേശിക്കുക. അതെന്താ? മിൻ ഖബൂലി ദീനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ ദീന് സ്വീകരിക്കുക എന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റണില്ല. കാരണം അത് മുഖേന നിങ്ങൾക്കുണ്ടാവുന്ന നഷ്ടങ്ങൾ ഓർത്തിട്ട്. എന്നാൽ ഈ ദുനിയാവിൽ നിന്ന് നിങ്ങൾ സ്നേഹിക്കുന്നത് ഉപേക്ഷിക്കേണ്ടി വരുന്നതിലും ഇസ്ലാം സ്വീകരിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് നേരിടാനുള്ള നഷ്ടങ്ങൾ, ആ നഷ്ടങ്ങൾ ഒഴിവാക്കുന്നതിന് നിങ്ങൾ സഹായം തേടുക. ബിസ്സബിരി, ക്ഷമ കൊണ്ട് സഹായം തേടുക എന്ന് പറഞ്ഞാൽ ഐ ബി ഹബ്സിൻ നഫ്സി അനിൽ ലദ്ദാത്തി, രസങ്ങളെ തൊട്ട് ശരീരത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട്. ക്ഷമ എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. 3 സൈസ് ഉണ്ട് ക്ഷമ. ബാധ്യതകൾ നിർവഹിക്കാൻ ക്ഷമ വേണം, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും ക്ഷമ വേണം, അതേപോലെ പരീക്ഷണങ്ങളിൽ അത് സഹിക്കാനും ക്ഷമ വേണം. കടമകൾ നിർവഹിക്കുക എന്ന് പറയുന്നത് അതിനെന്ത് വേണം? ക്ഷമ വേണം, അല്ലേ? ഇപ്പൊ രാവിലെ സുബൈന്റെ സമയത്ത് അസ്സലാത്തു ഖൈറും മിനൻ നൗം, നിസ്കാരം വലിയ പുണ്യമുള്ള സംഗതിയാണ്, ഈ ഉറക്കിനേക്കാളൊക്കെ മെച്ച അതാണ് എന്ന് കേൾക്കുമ്പോ AC-യുടെ നല്ല തണുപ്പ്, അതോടൊപ്പം തന്നെ നല്ല ബ്ലാങ്കറ്റും ഒക്കെ പുതച്ച് കിടക്കുന്ന ഒരാൾക്ക് ആ ഉറക്കിന്റെ ആലസ്യത്തിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കാരം എന്ന നിർബന്ധ ബാധ്യത നിർവഹിക്കണമെങ്കിൽ എന്തു വരും? നന്നായിട്ട് അവൻ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പൊ അതിനെന്ത് വേണം? ആ ബുദ്ധിമുട്ട് അവൻ സഹിക്കണമെങ്കിൽ അവന്റെ ശരീരത്തെ ആ ബുദ്ധിമുട്ടിനെ ഏൽപ്പിക്കാൻ പറ്റും വിധത്തിൽ അവൻ സഹിക്കണം, ക്ഷമിക്കണം. അപ്പൊ ഇബാദത്തുകൾ നിർവഹിക്കാൻ, ബാധ്യതകൾ നിറവേറ്റാൻ ക്ഷമ വേണം. ഓരോ ബാധ്യത നിറവേറ്റണമെങ്കിലും അതിനനുസരിച്ചുള്ള റിസ്ക് നമ്മൾ എടുക്കേണ്ടി വരും. ഒരു റിസ്ക് കൊടുക്കാതെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല? ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ റിസ്ക് ഉണ്ടാവും എന്നത്, ബുദ്ധിമുട്ടുണ്ടാകും എന്നത് ബാധ്യത നിർവഹണത്തിന് തടസ്സമായി സത്യവിശ്വാസി കാണാൻ പാടില്ല. അവിടെ ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന സ്വഭാവം സ്വീകരിക്കുക എന്നതാണ് ക്ഷമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. രണ്ടാമത്തത്, തെറ്റുകളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ക്ഷമ വേണം. അപ്പുറത്ത് വമ്പിച്ച ഒരു രസകരമായിട്ടുള്ള ഒരു സദസ്സ് നടക്കുന്നു. ഒരു ക്ലബിൽ എന്തോ ആവശ്യമില്ല അനാവശ്യമായിട്ടുള്ള ആട്ടും അതേപോലെ തന്നെ പാട്ടും കൂത്തുമൊക്കെ ആയിട്ട് ആളുകൾ അടിച്ചു പൊളിക്കുകയാണ്. ആ അടിച്ചു പൊളിക്കുന്ന സമയത്ത് ആ വൃത്തികെട്ട സദസ്സിലേക്ക് കയറി ചെല്ലണമെന്ന് സ്വാഭാവികമായും മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കും. അങ്ങനെ മന്ത്രിക്കുമ്പോൾ അതൊരു മോശമായ സ്ഥലമാണ്, അങ്ങോട്ട് ഞാൻ കയറിപ്പോകാൻ പാടില്ല, അങ്ങോട്ട് ഞാൻ കയറിപ്പോയാൽ എന്റെ മനസ്സ് അശുദ്ധമാകും, എന്റെ കണ്ണ് അശുദ്ധമാകും, എന്റെ അവയവങ്ങൾ അശുദ്ധമാകും, അതുകൊണ്ട് തന്നെ ആ ചെളിക്കുണ്ടിൽ ചെന്നു പെടാതിരിക്കാൻ തൽക്കാലം എന്റെ മനസ്സിന്റെ മന്ത്രത്തെ അവഗണിക്കാൻ ഞാൻ തയ്യാറാകുന്നു എന്ന് ശരിക്കും ഈ ബുദ്ധിമുട്ടിൽ, ഈ തെറ്റിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ ശരീരത്തെ ഹബ്സ് ചെയ്യണം, കടിഞ്ഞാണിട്ട് നിർത്തണം. അപ്പൊ ക്ഷമയുടെ രണ്ടാമത്തെ സ്റ്റേജാണ് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ സഹിക്കുക, ക്ഷമിക്കുക. മൂന്നാമത്തെ സ്റ്റേജാണ് പരീക്ഷണങ്ങൾ വരും. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക്, ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ കുടുംബപരമായോ പല രൂപത്തിലുള്ള ക്ഷമയും ബുദ്ധിമുട്ടുകളും ആരുടെ ജീവിതത്തിലുണ്ടാകും? മനുഷ്യന്റെ ജീവിതത്തിലുണ്ടാകും. അങ്ങനെ തന്റെ ജീവിതത്തിൽ ആ പരീക്ഷണങ്ങളൊക്കെ വരുമ്പോ റബ്ബ് കണക്കാക്കിയതാണിത്, ഞാനത് സഹിക്കുന്നു എന്ന നിലക്ക് ശരീരത്തെ അവൻ അതിന് വഴക്കണം, അതുപോലെ മനസ്സിനെ അവൻ അത് സ്വീകരിക്കാൻ പാകപ്പെടുത്തിയെടുക്കണം. ഇങ്ങനെ 3 സൈസ് ക്ഷമയുണ്ട്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ വിഷയം ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്, ഇവർ അവരുടെ ദുനിയാവ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്, അത് ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ നബിതങ്ങളുടെ കൂടെ വന്നാൽ പിന്നെ 1-ാം സ്ഥാനത്ത് റസൂലുള്ള നിൽക്കും. അപ്പൊ എങ്ങനെ ആ താക്കോൽ സ്ഥാനത്ത് നബി സല്ലല്ലാഹു തങ്ങൾ നിൽക്കുമ്പോ ഞങ്ങളെ പ്രാധാന്യം കുറഞ്ഞു പോകുമോ എന്നുള്ള 1-ാമൻ 2-ാമെന്നുള്ള ചർച്ചയൊക്കെ നമ്മളിവിടെയൊക്കെ കേൾക്കല്ലേ? എന്ന മാതിരി ആ 1-ാമനാവാനുള്ള അവസരം ഞങ്ങൾക്ക് നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ചിന്ത, അത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് അവർക്ക് തടസ്സമായി വരുമ്പോൾ അല്ലാഹു തആല അവരോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ താൽക്കാലികമായിട്ടുള്ള രസങ്ങളിൽ നിന്നും താല്പര്യങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തൂ. കാരണം ഫഇന്നക്കും ഇദാ കല്ലഫ്തും അൻഫുസക്കും ദാലിക, നിങ്ങളുടെ ശരീരത്തിനെ നിർബന്ധപൂർവം നിങ്ങൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി നിർബന്ധിച്ചാൽ ഖഫ അലൈഹ, ശരീരത്തിന് ഇത് ഏറ്റെടുക്കുന്നത് ഭാരമില്ലാത്തൊരു സംഗതിയായി മാറും. ഇപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റണില്ല, ചിന്തിക്കാൻ പറ്റണില്ല. പക്ഷേ നിങ്ങൾ ക്ഷമയോടുകൂടെ ഇത് കൈകാര്യം ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് ഒരു പ്രയാസമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ എത്രയോ ആളുകൾ ഊഹിക്കാൻ പോലും പറ്റാത്ത സംഗതികൾ. ഇപ്പൊ സിഗരറ്റ് വലിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, മദ്യം ഉപയോഗിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഈ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാകുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ മദ്യമില്ലാത്തൊരു ദിവസത്തെ കുറിച്ച് ആലോചിക്കാൻ പറ്റണില്ല, സിഗരറ്റ് വലിക്കാത്തൊരു ദിവസത്തെ കുറിച്ച് ആലോചിക്കാൻ പറ്റണില്ല.
ഇങ്ങനെ ഓരോ തെറ്റും ചെയ്യുന്ന മനുഷ്യന്മാർ പലപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഏതാനും സമയത്തേക്ക് തന്റെ മനസ്സിനെയും ശരീരത്തെയും മെരുക്കിയെടുത്ത് ആ തിന്മക്കെതിരെ നന്മയുടെ ഭാഗത്ത് തന്റെ ശരീരത്തെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം നടത്തിയാൽ പിന്നീട് ആ തെറ്റുകൾ ഒഴിവാക്കുക എന്നത് വളരെ ഈസി ആയിട്ട് അവൻ അനുഭവപ്പെടും. ഇപ്പൊ നമ്മളൊക്കെ കൂട്ടത്തിൽ തന്നെ സിഗരറ്റ് വലി നിർത്തിയ നല്ല മനുഷ്യന്മാരുണ്ടാവില്ലേ, കുറെ ആൾക്കാർ അല്ലെ? ഈ ദുനിയാവിൽ യാതൊരുവിധ ഫലമല്ലാത്ത ഒരു സാധനമാണ് സിഗരറ്റ് വലി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമല്ല. പണം വെറുതെ നഷ്ടപ്പെടുന്നു, അതേപോലെ സമ്പത്ത് നഷ്ടപ്പെടുന്നു, അതുപോലെ ആരോഗ്യം നശിക്കുന്നു. എന്തായാലും ശരി, അള്ളാന്റെ ദുനിയാവില് ഈ പുകയില ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ളതുപോലെ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ തന്നെ നെഗറ്റീവായിട്ടുള്ള പരസ്യം കൊടുക്കൽ നിർബന്ധിതമായിട്ട് അല്ലെ, ഇന്റർനാഷണൽ ലെവലിലുള്ള നിയമമാണ്. ഏതൊരു പുകയില ഉൽപ്പന്നം വിപണിയിൽ ഇറക്കണമെങ്കിലും അതിന്റെ പുറത്ത് ഇതിന്റെ ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നിർബന്ധമായുള്ള വാണിംഗ് എഴുതി ചേർത്തിരിക്കണം. അതല്ലാത്ത നിലക്ക് ഒരു പുകയില ഉൽപ്പന്നവും വിപണിയിൽ ഇറക്കാൻ പാടില്ല. ഇന്റർനാഷണൽ ലെവലിലുള്ള നിയമമാണത്. എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയ, ഈ ലോകത്ത് ഏതൊരു പ്രോഡക്റ്റ് പുറത്തിറക്കുന്ന ആളും തന്റെ പ്രോഡക്റ്റിന്റെ പ്ലസ്സുകളല്ലാതെ ഒരിക്കലും തന്നെ മൈനസ് പറയാറില്ലല്ലോ. എന്നാൽ മൈനസ് പറഞ്ഞേ ഇറക്കാവൂ എന്ന് നിർബന്ധമുള്ള ലോകം അംഗീകരിച്ച ഒരു നിയമമുള്ള ഒരു സാധന പുകയില ഉൽപ്പന്നങ്ങൾ. അപ്പൊ എന്തായാലും ശരി, അത് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ തന്നെ വളരെ വ്യക്തമായി പറയുന്നു, ഇത് ഉപയോഗിച്ച ഞങ്ങളെ കാര്യം കട്ടപ്പുകയാണ്. എന്നിട്ടും നമ്മൾ അത് വാങ്ങി ഉപയോഗിച്ച് ദുനിയാവും ആഖിറവും നമ്മൾ എന്തിനാ നഷ്ടപ്പെടുത്തണേ? ആഖിറം നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ആലോചിക്കേണ്ടത്, നമ്മളെ പണം വെറുതെ നമ്മൾ നശിപ്പിക്കുന്നു, നമ്മുടെ ആരോഗ്യം വെറുതെ നമ്മൾ നശിപ്പിക്കുന്നു അല്ലേ? എന്തായാലും ശരി, ഇത് വലിച്ച ഒരു പുണ്യം കിട്ടുന്നൊന്നും ആർക്കും അഭിപ്രായമില്ലല്ലോ, അഭിപ്രായമല്ല. അതേ സമയത്ത് ഉപേക്ഷിച്ചാൽ എന്തായാലും ശരി, ഇനി വേറല്ല അതിന്റെ അത് ഹറാമാണോ അല്ലെങ്കിൽ അങ്ങനെ വിധി ഉണ്ടോന്നൊന്നും ചോദിക്കേണ്ടതില്ല. മറിച്ച് എന്തായാലും ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നഷ്ടമാണ് മനുഷ്യന്. സമ്പത്ത് നഷ്ടാണ്, ശരീരത്തിന് നഷ്ടാണ്, ആരോഗ്യത്തിന് നഷ്ടാണ്, അതേപോലെ തന്നെ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നഷ്ടാണ് അല്ലേ? മാന്യന്മാരുടെ മുന്നിൽ വെച്ചിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ് എന്ന് ഒരാളെ കുറിച്ച് അറിയുന്നത് പോലും ഒന്ന് വളരെ മോശമായിട്ട് കാണാണ്. മുൻകാലങ്ങളൊക്കെ നമ്മളെ നാട്ടില് കല്യാണത്തിന്റെ സദസ്സുകളൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാകും അല്ലെ? ഒരു 4 പേർക്ക് സിഗരറ്റ് അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അതൊരു വലിയ ഗമയായിട്ട് കണ്ടിരുന്നു. അതേസമയത്ത് ഇന്ന് എവിടെയും അത്രയൊരു സംവിധാനമല്ല. ഒരുപാട് കല്യാണമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ വൃത്തികേടുകൾ പലതും കടന്നു വന്നപ്പോ പോലും സിഗരറ്റ് കുറച്ച് ആ പാക്കറ്റുകൾ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുക എന്നത് അഭിമാനത്തിന്റെ സിമ്പലായി ഇന്നാരും കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ സമൂഹം അത് ഉപയോഗിക്കുന്നവർ പോലും ഞാൻ സിഗരറ്റ് വലിക്കാരനാണെന്ന് പുറത്തു വെച്ച് പറയാൻ മടിക്കുന്ന അവസ്ഥയിലേക്ക് മാന്യതയുടെ തരംതാഴ്ചയായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ആലോചിച്ച് നോക്ക, ആ സിഗരറ്റ് വലി എനിക്ക് നിർത്താൻ കഴിയൂല, ഊഹിക്കാൻ പറ്റണില്ല എനിക്ക് സിഗരറ്റ് ഇല്ലാത്തൊരു ദിവസം എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ 2 ദിവസം അവന്റെ ശരീരത്തൊന്നും മരിക്കാൻ തീരുമാനിച്ചാൽ എന്തായാലും ആ ലദ്ദത്ത്, ആ രസം അത് ഞാൻ തൽക്കാലം വേണ്ടാന്ന് വെക്കുന്നു, അതിന് വരുന്ന എല്ലാ പ്രത്യാഘാതങ്ങളും ഞാൻ സഹിക്കാൻ തീരുമാനിക്കുന്നു എന്നൊരു 4 ദിവസം അവനാണ് തീരുമാനിച്ചാൽ പിന്നെ 5ാമത്തെ ദിവസം സിഗരറ്റിന്റെ മണം കേൾക്കുന്നത് പോലും അവന് അരോചകമായി തോന്നുന്ന സാഹചര്യം അത് അനുഭവിച്ച എത്രയോ ആളുകൾ ഒരു പക്ഷെ എന്റെ ഈ സംസാരം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും. ഇപ്പൊ ഞാൻ കൈപൊക്കാൻ പറഞ്ഞാൽ ഒരു പക്ഷെ ഒരുപാട് ആളുകൾ നേരത്തെ വലിച്ചിരുന്നവർ അത് നിർത്തിയപ്പോ അതിപ്പോ സിഗരറ്റിന്റെ മണം കേട്ടുകൂടാം എന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാകും. അതിന്റെ അർത്ഥം എന്താ? അതാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇത് എല്ലാ തിന്മകളും അഡിക്റ്റായ, എല്ലാ തിന്മകളും ജീവിതത്തിൽ കൊണ്ടുപോകുന്ന ആളുകൾക്കൊക്കെയുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. ഫഇന്നകും ഇദാ കല്ലഫ്തും അൻഫുസകും ദാലിക. ഈ രസങ്ങളിൽ നിന്ന്, തൽക്കാലം നിങ്ങളുടെ മനസ്സിന് സുഖം നൽകുന്ന സംഗതികളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നിർബന്ധിച്ചാൽ ഖഫ അലൈഹ, ശരീരത്തിന് പിന്നത് ലഘൂകരണം അനുഭവപ്പെടും, പിന്നെ അത് പ്രശ്നമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. സുമ്മ ഇദാ ലമംതുമുസ് സലാത്ത ഇലാ ദാലിക, എന്നിട്ട് ആ ക്ഷമിച്ചു മുന്നോട്ട് പോകുന്ന ആ ഒരു ശൈലിയിലേക്ക് നിസ്കാരം എന്ന് പറയുന്ന പുണ്യത്തെ കൂടി നിങ്ങൾ ചേർത്തു കഴിഞ്ഞാൽ തമ്മല്ലംറു, കാര്യം പൂർണ്ണമായി. കാരണം എന്താ? ലിഅന്നൽ മുസ്തഖല ബിസ്സലാത്തി ലാ ബുദ്ദ വഅൻ മുസ്തഖലൻ ബിദിക്രില്ലാഹി അസ്സ വജല്ല. നിസ്കാരം കൊണ്ട് ജോലിയാവുന്ന ഒരു മനുഷ്യൻ, നിസ്കരിക്കുന്ന മനുഷ്യൻ ലാ ബുദ്ദ വഅൻ മുസ്തഖലൻ ബിദിക്രില്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർമ്മ അതവന്റെ മനസ്സിലതാ തികട്ടി നിൽക്കും.
അതേപോലെ വദിക്രി ജലാലിഹി വ ഖഹരിഹി, അള്ളാഹുവിന്റെ മഹത്വം, അവന്റെ അങ്ങേയറ്റത്തെ അധീശത്വം, വദിക്രി റഹ്മത്തിഹി വ ഫളിഹി, അവന്റെ ഔദാര്യവും അവൻ നമുക്ക് നൽകിയ പുണ്യങ്ങളും അതെല്ലാം ഓർക്കാൻ ഒരു മനുഷ്യൻ നിർബന്ധിതനാകും. ഫൈദാ തദക്കറ റഹ്മതഹു, അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ഒരാൾ ഓർത്താൽ സാറമാഇലൻ ഇലാ ത്വാഅതിഹി, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് അവൻ മാനസികമായിട്ട് അടുക്കും. വൈദാ തദക്കറ ഇഖാബഹു, പടച്ചവന്റെ ശിക്ഷയെ അവൻ ഓർത്താൽ തറക മഅസിയതഹു, അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കുന്ന തെറ്റ് ചെയ്യുന്ന ശൈലി അവൻ ഉപേക്ഷിക്കും. ഫയസുഹുലു ഇൻദ ദാലിക, അങ്ങനെ വരുമ്പോൾ അഥവാ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓർത്ത് അവനെ അനുസരിക്കണമെന്ന ചിന്തയിലേക്കും അവന്റെ ശിക്ഷയെക്കുറിച്ച് ഓർത്ത് തെറ്റുകളിൽ നിന്നും മാറി നിൽക്കണമെന്ന സ്വഭാവത്തിലേക്കും ഒരു മനുഷ്യൻ അവന്റെ മനസ്സിനെ പാകപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ ഫയസുഹുലു ഇൻദ ദാലിക ഇസ്തിഗാലുഹു ബിത്താഅതി വതർകിഹി ലിൽ മഅസിയ, ആരാധനകളിൽ മുഴുകുന്നതും അതേപോലെ തെറ്റുകൾ ഒഴിവാക്കുന്നതും അവന് വളരെ എളുപ്പമായിട്ട് തോന്നും. അതിനു വേണ്ടിയാണ് മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ദുശ്ചിന്ത കുടിയിരുത്തിയിട്ടുള്ള ഈ ജൂതന്മാരോടും അതേപോലെ വേദക്കാരോടും അള്ളാഹു പറയണത്, നിങ്ങളുടെ ഭൗതികമായ ദുനിയാവിന്റെ നേട്ടം അതേപോലെ തന്നെ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ പേടിക്കുന്ന സ്ഥാനമാനങ്ങൾ, ഇതിന്റെ പിന്നാലെ പോകുന്നതിന് പകരം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കാൻ വേണ്ടി വരുന്ന എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും അത് സഹിക്കാൻ തയ്യാറാണെന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളൊന്ന് മാറ്റിവെച്ച് നോക്കൂ. അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ നിങ്ങൾക്ക് ശരിക്കും ഓർക്കാൻ പറ്റുന്ന നിസ്കാരം എന്ന ആരാധനയിൽ നിങ്ങളൊന്ന് മുഴുകി നോക്കൂ. അതോടുകൂടെ നേരത്തെ അഹിതമായി നിങ്ങൾക്ക് തോന്നിയതെന്തോ അരുചികരമായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടതെന്തോ അത് ഏറ്റവും ടേസ്റ്റിയായും ഏറ്റവും രുചികരമായും നിങ്ങൾക്ക് മാറുന്നത് കാണാൻ സാധിക്കും. അതിനു വേണ്ടിയുള്ള നല്ല ഒരു ചികിത്സയാണ് അള്ളാഹു പറയണത്, വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങളത് ആ സഹായം തേടൂ എന്ന് ഒരു വ്യാഖ്യാനം അങ്ങനെയാണ്. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത്, അൽ മുറാദു മിനസ് സബ്രി ഹാഹുന ഹുവ സൗം, ഇവിടെ സബർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോമ്പാണ്. അപ്പൊ വസ്തഈനു ബിസ്സബ്രി, നോമ്പ് കൊണ്ടും അതേപോലെ വസ്സലാ, നിസ്കാരം കൊണ്ടും നിങ്ങളെ സഹായം തേടുക എന്നാകും അപ്പാർത്ഥം. കാരണം എന്താ, അന്ന സായിമ സാബിറുൻ അനി തആമി വശറാബ്, നോമ്പുകാരൻ ഭക്ഷണത്തെ തൊട്ടും അതേപോലെ വെള്ളത്തെ തൊട്ടും ക്ഷമിക്കുന്നവനാണ്. നോമ്പുള്ള ആള് ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല എന്നറിയാലോ. അപ്പൊ അവൻ ആ നോമ്പിൽ നിന്ന് നോമ്പ് മുഖേന അവൻ വെള്ളം ഉപയോഗിക്കാനുള്ള ആഗ്രഹം മാറ്റിവെക്കുന്നു, ഭക്ഷണം ഉപയോഗിക്കാനുള്ള ആഗ്രഹം മാറ്റിവെക്കുന്നു. എന്നാൽ വമൻ ഹബിസ നഫ്സഹു അൻ ഖളാഇ ശഹവത്തിൽ ബത്നി വൽ ഫർജി, അതേപോലെ തന്നെ വയറിന്റെ വികാരം, ഗുഹ്യത്തിന്റെ വികാരം, നോമ്പുള്ള ആൾ എന്ത് ചെയ്യാൻ പാടില്ല, നോമ്പുള്ള ആള് ഭാര്യാഭർത്തൃ ബന്ധം പുലർത്താൻ പാടില്ല. അപ്പൊ വയറിന്റെയും അതേപോലെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പൊ വയറിന്റെ വികാരം അതേപോലെ ഗുഹ്യത്തിന്റെ വികാരം, ഈ രണ്ട് വികാരങ്ങളും ഒരാൾ അതിൽ നിന്ന് അവന്റെ ശരീരത്തെ തടഞ്ഞു നിർത്തിയാൽ സാലത്ത് അൻഹു ഖദൂറാത്തു ഹുബ്ബി ദുനിയാ, ദുനിയാവിനോടുള്ള മഹബത്ത് മുഖേന, സ്നേഹം മുഖേന അവനിൽ കടന്നുകൂടിയിട്ടുള്ള ഒരുപാട് കലർപ്പുകൾ, ഒരുപാട് എററുകൾ അത് നീങ്ങിപ്പോകാൻ അത് കാരണമാകും. ഫൈദല്ലാഫ ഇലൈഹി സ്വലാ, അപ്പൊ നോമ്പ് എന്നത് മുഖേന തന്നെ എന്ത് ചെയ്യും, ഈ വിധത്തിലുള്ള ഒരു സംഗതി ഉണ്ടാകും. യെസ് ഡോക്ടർ ആമിർ, പിന്നെ ഇതേപോലെയുള്ള ഒരു സംഗതി നോമ്പ് മുഖേന അവന്റെ മനസ്സിനെ എന്ത് ചെയ്താൽ, അതേപോലെ അവന്റെ ശരീരത്തെ ഇച്ഛകളിൽ നിന്ന് താല്പര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ തയ്യാറാകുമ്പോൾ അതിലേക്ക് നിസ്കാരത്തെ കൂടെ അവൻ ചേർക്കുമ്പോ ഇസ്തനാറൽ ഖൽബു ബി അൻവാരി മഅരിഫത്തില്ലാഹി തആല, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് കൊണ്ട് അവന്റെ മനസ്സ് എന്താകും, പ്രഭാപൂരിതമാകും. കേട്ടോ, അപ്പൊ എന്തായി, അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ വന്നു. ഒന്ന്, നോമ്പ് മുഖേന മനുഷ്യൻ എന്തു ചെയ്യുന്നു, അവന്റെ ഭൗതിക ജീവിതത്തോടുള്ള പിന്നെ പ്രതിബദ്ധത കൊണ്ട്, അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തോട് മനസ്സിലുള്ള അത്യാഗ്രഹം കൊണ്ട് അവൻ എത്തിപ്പെട്ടിട്ടുള്ള ഒരുപാട് മ്ലേച്ഛതകളിൽ നിന്ന് അവന്റെ ശരീരത്തെ, അവന്റെ ആത്മാവിനെ സംശീകരിക്കാൻ, ശുദ്ധീകരിക്കാൻ അവന് സാധിക്കുന്നു. അതോടൊപ്പം നിസ്കാരവും കൂടെ ഉണ്ടാകുമ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും ഓർമ്മയും അത് അവന്റെ മനസ്സിലേക്ക് കയറി വരികയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഈ രണ്ടു സംഗതികൾ മുഖേന അറിയേണ്ടത് അറിയാനും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാനുമുള്ള ഒരു മനസ്ഥിതിയിലേക്ക് അവൻ എത്താൻ പറ്റും. അങ്ങനെ വരുമ്പോ പിന്നെന്താ, പിന്നെ നിസ്കാരല്ലേ നോമ്പിനേക്കാളും പ്രാധാന്യത്തോടെ പറയേണ്ടത്. അപ്പൊ ആദ്യം നിസ്കാരവും പിന്നെ നോമ്പും അല്ലേ പറയേണ്ടിയിരുന്നത് എന്നൊരു സംശയം വരാം. ഇന്നമാ ഖദ്ദമ സൗമ അല സ്വലാ, നിസ്കാരത്തെക്കാൾ അങ്ങനെ വരുമ്പോ രണ്ടാമത്തെ തഫ്സീർ അനുസരിച്ച് വസ്തഈനു ബിസ്സബ്രി, നിങ്ങൾ നോമ്പ് കൊണ്ട് സഹായം തേടണം, വസ്സല
നിസ്കാരം കൊണ്ടും സഹായം തേടണം എന്നാണ് അർത്ഥം വരിക. അപ്പൊ നിസ്കാരത്തെക്കാൾ മുമ്പ് നോമ്പ് പറഞ്ഞത് എന്തിനാ? ലിഅന്ന തഅ്സീറ സൗമി ഫീ ഇസാലത്തി മാ ലാ യംബഗി. നോമ്പിന്റെ ഫലം അഹിതമായിട്ടുള്ള സംഗതികൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരു മോശമായിട്ടുള്ള സംഗതികൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നോമ്പ് കൊണ്ടുണ്ടാവുന്നത്. തഅ്സീറ സ്വലാ, നിസ്കാരത്തിന്റെ ഫലമോ ഫീ ഹുസൂലി മാ യംബഗി, ആവശ്യമുള്ളത് കരസ്ഥമാക്കുക എന്നതിലാണ്. ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക എന്നുള്ളതാണ് നോമ്പിന്റെ ഫലം. ആവശ്യമുള്ളത് കരസ്ഥമാക്കുക എന്നാണ് നിസ്കാരത്തിന്റെ ഫലം. എന്നാൽ വന്നഫിയു മുഖദ്ദമുൻ അലൽ ഇസ്ബാത്തി, ഇവിടെ എല്ലാത്തിനെയുമല്ല, ഇവിടെ ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക എന്നതാണ് ആവശ്യമുള്ളത് കൊണ്ടുവരിക എന്നതിനേക്കാളും പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നോമ്പിന്റെ കാര്യം ആദ്യം പറഞ്ഞത്. അതോടൊപ്പം തന്നെ വലിയ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അസ്സൗമു ജുന്നത്തും മിനന്നാർ, നോമ്പ് നരകത്തെ തൊട്ട് മനുഷ്യന് പിടിച്ചു നിൽക്കാവുന്ന ഒരു പരിചയാണ്. അതേപോലെ വഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞു, ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ അരുതായ്മകളിൽ നിന്നും തിന്മകളിൽ നിന്നും നിസ്കാരം അവരെ തടയും എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരിലെ അന്നസ്വലാത്ത റാസിമാം രേഖപ്പെടുത്താണ്, നിസ്കാരം തംനഉ അനിൽ ഇസ്തിഗാലി ബിദ്ദുനിയാ, ദുനിയാവ് കൊണ്ട് ജോലിയാവൽ എന്നതിനെ അത് തടയും. അല്ലെ, 24 മണിക്കൂർ എന്തിന്റെ പിന്നാലെ? പിന്നെ ഭൗതിക ജീവിതത്തിന്റെ ഭൗതിക സുഖത്തിന്റെ പിന്നാലെ, ആ ഭൗതിക സുഖത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നിസ്കാരം അവനെ തടയും. അതേപോലെ തന്നെ അവന്റെ ഹൃദയം നിസ്കാരം മുഖേന വതഖ്ശഉൽ ഖൽബ്, അവന്റെ ഹൃദയം ഭക്തിയുള്ളതായി തീരും. വയഹ്സുലു ബിസബബിഹാ തിലാവത്തുൽ കിതാബ്, ഖുർആൻ പാരായണം ആ ഭക്തി മുഖേന അവന് എളുപ്പമായി തീരും. വൽ വുഖൂഫു അലാ മാ ഫീഹി, ആ ഖുർആനിലുള്ളതനുസരിച്ച് നിലകൊള്ളാൻ അവന് സൗകര്യമുണ്ടാകും. ഖുർആനിലുള്ളത് എന്താ? മിനൽ വഅദി, നന്മ ചെയ്താൽ രക്ഷപ്പെടുമെന്ന വാഗ്ദാനം, വൽ വഈദി, തിന്മ ചെയ്താൽ നരകത്തിലെത്തിപ്പെടുമെന്നുള്ള പിന്നെ താക്കീത്, വൽ മവാഇലി, മനുഷ്യന്റെ മനസ്സിനെ നന്നാക്കാൻ ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ, വൽ ആദാബിൽ ജമീല, നല്ല കുറെ പെരുമാറ്റച്ചട്ടങ്ങൾ, ഇതൊക്കെ എന്തിലുള്ളതാ? ഖുർആനിലുള്ളതാണ്. അതേപോലെ ദിക്രി മസീരിൽ ഖൽഖി ഇലാ ദാരി സവാബി ഔ ദാരിൽ ഇഖാബി, മനുഷ്യൻ ഒന്നുകിൽ പ്രതിഫലത്തിന്റെ വീടായ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ശിക്ഷയുടെ വീടായ നരകത്തിലേക്ക്, രണ്ടിലൊന്നിലേക്ക് എത്തിപ്പെടുമെന്നുള്ള ആ ചിന്തകൾ, അതെല്ലാം എന്തിലുണ്ട്? ഖുർആനിലുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ, അപ്പൊ ഇത്തരം വിഷയങ്ങളൊക്കെ ഖുർആനിലുണ്ടാകുമ്പോൾ, ഈ ഖുർആൻ അനുസരിച്ച് അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവനിൽ ലഭ്യമാകുന്നു എന്ത്? റഗ്ബത്തുൻ ഫിൽ ആഖിറതി വനിഫറത്തുൻ അനിദ് ദുനിയാ, അവന് ലഭ്യമാകുന്ന ഫലം പരലോകത്തേക്കുള്ള ആഗ്രഹവും ദുനിയാവിനോടുള്ള അകൽച്ചയും അവന്റെ മനസ്സിലുണ്ടായിത്തീരും. ഫയഹൂനു അലൽ ഇൻസാനി ഹൈനഇദിൻ തർക്കുർ റിയാസ, അങ്ങനെ വരുമ്പോ അധികാരം ഒഴിവാക്കുക എന്നുള്ളത് മനുഷ്യന് വളരെ നിസ്സാരമായി തോന്നും. അതേപോലെ തന്നെ മഖ്താഅത്തുൻ അൽ മഖ്ലൂഖീന ഇല തവജ്ജുഹി ഇലാ ഖിബ്ലത്തി ഖിദ്മത്തിൽ ഖാലിഖി, സൃഷ്ടികളുടെ ആ ഒരു ബന്ധത്തിൽ നിന്ന് സൃഷ്ടാവാകുന്ന അള്ളാഹുവിന്റെ സേവനത്തിലേക്ക് മാറുന്നതിന്റെ സുഖം, ആ സുഖവും അവന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതിനുവേണ്ടിയാണ് അല്ലാഹു തആല വസ്തഈനു ബിസ്സബ്രി വസ്സലാ എന്നുണർത്തിയത്. അഥവാ മനുഷ്യ മനസ്സിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ദുസ്വഭാവങ്ങളെ 100% പിഴുതുമാറ്റാനും ആ ദുസ്വഭാവങ്ങളുടെ സ്ഥാനത്ത് ലക്ഷ്യബോധത്തിലേക്കും അതേപോലെ മനുഷ്യന്റെ 2 ലോകത്തിന്റെയും രക്ഷയിലേക്ക് അവനെ കൈപ്പിടിച്ചു കൊണ്ടുപോകുന്ന ചില ഉത്കൃഷ്ട സ്വഭാവ ഗുണങ്ങളിലേക്കും അവനെ ഉയർത്തിക്കൊണ്ടുവരാൻ നിസ്കാരം എന്ന് പറയുന്ന മഹത്തായി സൽക്കളെ കൊണ്ട് വിശ്വസിക്കാൻ മടി കാണിച്ച ഈ വേദക്കാരോട് നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ സഹായം തേടുക. നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന ഈ ചെളിക്കുണ്ടിൽ നിന്ന് ആ സത്യവിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് കടന്നു വരാനുള്ള പ്രചോദനം അത് മുഖേന നിങ്ങൾക്കുണ്ടാകുമെന്ന് അല്ലാഹു തആല ഉണർത്തിയത് എന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇനി അത് പറഞ്ഞത് അവരോടാണെങ്കിലും നമുക്കും ബാധകം തന്നെയാണ്. നിസ്കാരം മുഖേനയും ക്ഷമ മുഖേനയും എന്ത് ചെയ്യണം? എല്ലാ തിന്മകളിൽ നിന്നും മാറാനും നന്മയിലേക്ക് എത്താനുമുള്ള സഹായം തേടണം എന്ന വിഷയത്തിൽ ഒരു തർക്കമല്ല. ആ കാര്യത്തിൽ യാതൊരു സംശയത്തിന്റെ അവകാശമല്ല. അപ്പൊ അത് പറഞ്ഞത് അവരോടാണെങ്കിലും അതെല്ലാവർക്കും ബാധകമായിട്ടുള്ള കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ക്ഷമയുടെ എല്ലാ അർത്ഥതലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടുവരിക എന്നത് നമ്മുടെയും ബാധ്യതയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി വഇന്നഹാ ലകബീറത്തുൻ, ഈ ആയത്തിന്റെ ബാക്കിയിൽ അല്ലാഹു പറഞ്ഞത് വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ, നിശ്ചയം അത്, ഈ അവ്യയം, ഈ ലമീർ, ഇന്നഹ എന്ന് പറഞ്ഞ ഈ ലമീർ എങ്ങോട്ട് മടങ്ങുന്നു?
ഞാൻ അർത്ഥം പറഞ്ഞു, ഇന്നഹ നിശ്ചയമാ നിസ്കാരം ലകബീറത്തുൻ, അത് ഭാരമേറിയതാണ്, ഇല്ലാലൽ ഖാശിയീൻ, ഭക്തന്മാരുടെ മേലൊഴിച്ച്. അപ്പൊ ഇവിടെ വിവിധ അഭിപ്രായങ്ങളുണ്ട്. ഒന്ന് അള്ളമീറു ആയിദുൻ ഇല സ്വലാ, നിസ്കാരം അസ്സല എന്നതിലേക്കാണ് അത് മടങ്ങുന്നത്. അതായത് നിസ്കാരം ഭക്തന്മാരല്ലാത്തവർക്ക് വലിയ ഭാരമായി തോന്നുമെന്നാണ് അപ്പ അർത്ഥം. ആണ് ഇസ്തിആനത്ത്, സഹായം തേടൽ എന്നത്. അപ്പൊ ആ സഹായം, നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും സഹായം തേടൽ എന്നത് ഭക്തന്മാരല്ലാത്തവർക്ക് എന്തായി തോന്നും? അത് വലിയ ഭാരമായി തോന്നും എന്നും അഭിപ്രായമുണ്ട്. മൂന്നാമത്തത് അന്നഹു ആയിദുൻ ഇലാ ജമീഇൽ ഉമൂരില്ലത്തി ഉമിറ ബിഹാ ബനു ഇസ്രായീൽ വനുഹു അൻഹാ മിൻ ഖൗലിഹി ഉദ്കുറു നിഅമതി അല്ലത്തി അൻഅംതു അലൈക്കും എന്ന് തുടങ്ങിയിട്ട് ഇലാ ഖൗലിഹി വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നേരത്തെ പറഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലികളോട് കൽപ്പിച്ച സംഗതികള്, അതേപോലെ തന്നെ വിരോധിച്ച കാര്യങ്ങള്, അതായത് കുറെ സംഗതികൾ ചെയ്യാൻ പറഞ്ഞു, ചിലത് ചെയ്യരുത് പറഞ്ഞു അല്ലെ? നിസ്കാരം നിലനിർത്താൻ, അതേപോലെ തന്നെ സക്കാത്ത് കൊടുക്കാൻ, അതുപോലെ ഖുർആൻ കൊണ്ട് വിശ്വസിക്കാൻ അടക്കമുള്ള സംഗതികളൊക്കെ ചെയ്യാൻ പറഞ്ഞു. അതേപോലെ സത്യാസത്യം കൂട്ടിക്കലർത്തരുത്, സത്യം മറച്ചു വെക്കരുത് എന്നിങ്ങനെയുള്ള സംഗതികൾ ചെയ്യരുതാത്തതും പറഞ്ഞു അല്ലെ? അപ്പൊ ഈ ചെയ്യാൻ പറഞ്ഞ സംഗതികളുടെയും ചെയ്യരുതെന്ന് വിലക്കിയിട്ടുള്ള സംഗതികളുടെയും സമാഹാരമാണ് ഇന്നഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഈ പറഞ്ഞ കൽപ്പനകളൊക്കെ പാലിക്കൽ ലകബീറത്തുൻ, അത് ഭാരമേറിയതാണ് എന്നാകും ആ അർത്ഥത്തിൽ അതിന്റെ വ്യാഖ്യാനം. ഏത് വ്യാഖ്യാനം പറഞ്ഞാലും എല്ലാ വ്യാഖ്യാനവും വാസ്തവത്തിൽ എന്താണ്? അത് പിന്നെ ശരിയായ വ്യാഖ്യാനം തന്നെയാണ്. ഇത് മൂന്ന് വ്യാഖ്യാനം പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, ഒക്കെ ഇവിടെ നടക്കേണ്ട സംഗതി തന്നെയാണ്. നിസ്കാരം എന്ന് പറയുന്നത് വലിയ ഭാരാണെന്ന് പറഞ്ഞാൽ അത് ശരി തന്നെയാണ്. സത്യനിഷേധികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഭക്തന്മാരല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, കപടന്മാരെ സംബന്ധിച്ചും ഒക്കെ നിസ്കരിക്കുക എന്നത് ഒരിക്കലും തന്നെ ഒരു വല്ലാത്തൊരു മലമറിക്കുന്നത് പോലത്തെ ഒരു പണിയായിട്ട് ആർക്ക് അനുഭവപ്പെടും? അവർക്ക് അനുഭവപ്പെടും എന്ന കാര്യത്തിൽ തർക്കമല്ല. ഇനി രണ്ടാമത് പറഞ്ഞതാണെങ്കിലും ഇസ്തിആനത്ത്, സഹായം തേടൽ എന്നതാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സഹായതേട്ടമാണല്ലോ ഇവിടെ ആവശ്യപ്പെട്ടത്. ആ സഹായതേട്ടം നടത്തിയിട്ട് അതിനനുസരിച്ച് അതിന്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കാൻ ആരെ കൊണ്ടാവില്ല? എന്ന് ഭക്തന്മാരെ കൊണ്ടല്ലാതെ ആവില്ല എന്നാകും. മൂന്നാമത്തത് നേരത്തെ ഇസ്രായേലികളോട് കൽപ്പിച്ച കാര്യങ്ങളും വിരോധിച്ച കാര്യങ്ങളും, അതൊക്കെ കൽപ്പിച്ചത് എടുക്കലും വിരോധിച്ചത് ഒഴിവാക്കലും വമ്പിച്ച ഭാരാണ് വിശ്വാസമില്ലാത്ത ആളുകൾക്ക് എന്നും അർത്ഥമാകാം. മൂന്നർത്ഥം പറഞ്ഞാലും കുഴപ്പമില്ല. എന്തായാലും നിസ്കരിക്കുക എന്നതും ക്ഷമ കൈക്കൊള്ളുക എന്നതും അതേപോലെ തന്നെ കൽപ്പനകൾ പാലിക്കുക എന്നതും ഒക്കെ അത് സത്യവിശ്വാസികളും ഭക്തന്മാരുമായിട്ടുള്ള ആളുകൾക്ക് അല്ലാത്തവർക്ക് അത് ഭാരമായി തോന്നും എന്ന കാര്യത്തിൽ തർക്കമല്ല. പിന്നെ എന്നിട്ട് അള്ളാഹു പറഞ്ഞത് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, ഭക്തന്മാരുടെ മേലൊഴിച്ച് എന്നാണ്. എന്നിട്ടോ ആ ഭക്തന്മാരുടെ മേലൊഴിച്ചത് ഭാരമാകും എന്ന് പറഞ്ഞപ്പോ ഇവിടെ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒരാളുടെ സംശയം രേഖപ്പെടുത്തുകയാണ്. ഫൈൻ ഖീല ഇൻ കാനത്ത് സഖീലത്തൻ അലാ ഹൗലായി, ഈ നിസ്കാരം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഏത് സംഗതിയാണെങ്കിലും അത് അവ്യയം അടങ്ങുന്നത് എവിടുക്കാണെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ഏതാണെന്ന് വെച്ചാലും അത് ഭാരമാണ് ഇക്കൂട്ടർക്ക് എങ്കിൽ, അതേപോലെ തന്നെ അത് സഹലത്തുൻ അലൽ ഖാശിഈന, ഭക്തന്മാരായിട്ടുള്ള ആളുകൾക്ക് എളുപ്പമാണെങ്കിൽ ഇവർക്കിത് ഭാരാണ്, ഭക്തി ഇല്ലാത്തവർക്ക്, ഭക്തന്മാർക്കോ അത് എളുപ്പമാണ് എന്ന് വന്നാൽ ഫയജിബു അൻ യകൂന സവാബുഹും അക്സറ വസവാബുൽ ഖാശിഈ അഖല്ല. അങ്ങനെ വരുമ്പോ ഇവര് വല്ല നന്മയും ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലം വളരെ കൂടുതലും ഭക്തന്റെ പ്രതിഫലം കുറവും ആകൂലേ? ഒരു ചോദ്യം ഒരാൾക്ക് വരാവുന്ന ഒരു സംശയമാണ്. ഇതിപ്പോ ഭക്തന്മാർക്ക് നിസ്കരിക്കാറ വളരെ ഈസിയാണ്, അതേപോലെ ഈ കൽപ്പന പാലിക്കാറ ഈസിയാണ് എന്ന് പറയുമ്പോ ഭക്തന്മാര് കൽപ്പന പാലിച്ചാൽ അവർക്ക് എന്താവും? കൂലി കുറയും. കാരണം എന്താ? അവര് ബുദ്ധിമുട്ടില്ലാത്തൊരു സംഗതി ചെയ്യാണ്. അതേ പറ്റി ഭാരാണ് ഇവർക്ക് തോന്നുന്നത്. എന്നിട്ടും വരി നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ ഇവർക്കാകുമല്ലോ അപ്പൊ എന്ത്? കൂലി കൂടുതൽ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടിനനുസരിച്ചാണല്ലോ എന്ത് ചെയ്യുക? ഖദിരിൽ കദ്ദി തൊഴുത്താ മാതറൂമൂന്നല്ലേ, അധ്വാനത്തിന്റെ തോതനുസരിച്ചാണല്ലോ ഫലം ലഭിക്കുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരില്ലേ എന്നൊരു ചോദ്യം ഒരാൾ ചോദിക്കുകയാണെങ്കിൽ വദാലിക മുൻകറു മിനൽ ഖൗലി, അതൊരിക്കലും പറയാൻ പറ്റിയ വാക്കല്ലല്ലോ എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ ഖുൽനാ, നാം പറയുന്നതിന് മറുപടി ലൈസൽ മുറാദു, ഈ പറഞ്ഞതിന്റെ ഉദ്ദേശമല്ല അന്നല്ലദീ യൽഹഖുഹും മിനത് തഅബി, അവർക്കുണ്ടാകുന്ന ഈ ഭക്തന്മാരല്ലാത്തവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അക്സറു മിമ്മാ യൽഹഖുൽ ഖാശിആ, ഭക്തനോട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനേക്കാൾ കൂടുതലാണ് ഇവർക്ക് എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം എന്താ? കൈഫ യകൂനു ദാലിക, ഭക്തന് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടില്ലേ? ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്.
പക്ഷെ ആ പ്രയാസം സഹിച്ചും അവനെന്തിന് റെഡിയാകുന്നു? ആ നിസ്കാരത്തിന് റെഡിയാവുന്നു എന്നുള്ളതാണ്. ബുദ്ധിമുട്ട് എല്ലാവർക്കും, അധ്വാനത്തിന്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഒരുമാതിരി തന്നെ. പക്ഷെ ആ ബുദ്ധിമുട്ട് അനുസരിച്ച് ഇതിനാവൂല എന്ന് പറഞ്ഞ് മാറ്റിവെക്കും ഭക്തനല്ലാത്തവൻ. ആ ബുദ്ധിമുട്ട് സഹിച്ചും അത് പ്രവർത്തിച്ച് അതിന്റെ നേട്ടം കൊയ്യാൻ ശ്രമിക്കും ഭക്തൻ. അതാണ് വ്യത്യാസം. കാരണം എങ്ങനെയാ ഭക്തന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക? കാരണം നിസ്കരിക്കുന്ന ഭക്തൻ യസ്താമിലു ഇൻദസ്സലാത്തി, അവൻ നിസ്കാരത്തിന്റെ സമയത്ത് ഉപയോഗിക്കുന്നു ജവാരിഹഹു വ ഖൽബഹു വ സംഅഹു വ ബസറഹു, അവന്റെ അവയവങ്ങളെ, അതേപോലെ ഹൃദയത്തെ, അവന്റെ കണ്ണിനെ, കാതിനെ ഒക്കെ അവൻ ഉപയോഗപ്പെടുത്തുന്നു നിസ്കാരത്തിൽ, അല്ലേ? നിസ്കരിക്കുന്ന ഒരു ഭക്തൻ അവൻ മൊത്തം അവൻ എന്തിൽ ഉൾപ്പെടുന്നു? നിസ്കാരത്തിൽ ഉൾപ്പെടുന്നു. വലാ യഗ്ഫുലു അൻ തദബ്ബുരി മാ യഅതി ബിഹി മിനദ് ദിക്രി വത്തദല്ലുലി വൽ ഖുശൂഇ, ആ നിസ്കാരത്തിൽ കൊണ്ടുവരേണ്ട അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അതേപോലെ തന്നെ ഭക്തി, താഴ്മ, ഇങ്ങനെ തുടങ്ങി നിസ്കാരത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ ആ സംഗതികളൊന്നും അവൻ വിസ്മരിക്കുന്നില്ല. വഇദാ തദക്കറൽ വഈദ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ താക്കീതുകൾ അവൻ ഓർക്കുമ്പോ ലം യഖ്ലു മിൻ ഹസറത്തിൻ വ ഗമ്മിൻ, അവൻ എന്തെന്ന് രക്ഷപ്പെടുന്നില്ല, നഷ്ടബോധത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും രക്ഷപ്പെടുന്നില്ല. കാരണം എന്താ? പടച്ചോൻ പറഞ്ഞതനുസരിച്ചുള്ള നിസ്കാരമായിട്ട് ഇത് മാറിയില്ലെങ്കിൽ ഈ നിസ്കാരം കൊണ്ട് തന്നെ എനിക്ക് വമ്പിച്ച അപകടങ്ങൾ വരാൻ സാധ്യത ഉണ്ട്, അല്ലേ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളതാണ്. വഇദാ ദക്കറൽ വഅദ, അതേ സമയത്ത് വാഗ്ദാനങ്ങൾ അവൻ ഓർക്കുമ്പോഴോ ഫഖമിസി ദാലിക, അപ്പോഴും അവന് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. പടച്ചോനെ അതെനിക്ക് കിട്ടാണ്ട് പോവോ? നിസ്കരിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ അല്ലാഹു ഏറ്റിട്ടുള്ള ഗുണങ്ങൾ അതെനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ആ വിഷയം അവന്റെ മനസ്സിലുണ്ടാകുന്നു. വഇദാ കാന ഹാദാ ഫിഅലുൽ ഖാശിഇ, ഇതാണ് വഇദാ കാന ഹാദാ ഫിഅലുൽ ഖാശിഇ, ഇതാണ് ഒരു ഭക്തന്റെ പ്രവർത്തനത്തിന്റെ അവസ്ഥയെങ്കിൽ ഫസ്തഖലു അലൈഹി ബിഫഇലി സ്വലാത്തി അലമു, അവനാണ് വാസ്തവത്തിൽ നിസ്കാരത്തിന്റെ ബുദ്ധിമുട്ട് കൂടുതലുള്ളത്. മനസ്സിലായില്ലേ? അവനാ നിസ്കാരത്തിന്റെ ബുദ്ധിമുട്ട് കൂടുതലുള്ളത്. കാരണം എന്താ? മറ്റേയാള് ഇങ്ങനെ ഒരു കാട്ടിക്കൂട്ടൽ നടത്തിയെന്നുള്ളൂ. ഇവൻ നിസ്കരിക്കുമ്പോ ശരിക്കും അതിന്റെ ആന്തരാർത്ഥത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, നിസ്കാരത്തിന്റെ ഓരോ സംഗതികളും ഓരോ സ്റ്റെപ്പുകളും മുന്നോട്ട് വെക്കുമ്പോ ഇതിലടങ്ങിയിട്ടുള്ള ആധ്യാത്മിക വശങ്ങൾ, ഇവിടെ ഓർക്കേണ്ട ചിന്തകൾ, ഇവർ ഓതുന്ന ഖുർആനിന്റെ ആശയങ്ങൾ, അതേപോലെ ചൊല്ലുന്ന ഉരുവിടുന്ന ദിക്റുകളുടെ അർത്ഥങ്ങൾ, അതിന്റെ ആശയങ്ങൾ, അതൊക്കെ ആരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്? അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവന്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോ പടച്ചോനെ നീ പറഞ്ഞ വിധത്തിലുള്ള നിസ്കാരമാകുന്നതിന് വല്ല കുറവുകളും സംഭവിച്ചു പോയാൽ ഇതിന്റെ ബെനിഫിറ്റ് എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് മാത്രമല്ല, നിന്നിൽ നിന്ന് ഞാൻ അകന്നു പോകുമല്ലോ എന്ന ചിന്തയും കൂടെ അവന്റെ മനസ്സിനെ സ്വാധീനിക്കുമ്പോ ഒരു നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോഴേക്കൊരു സത്യവിശ്വാസി ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നുണ്ട്. ഒരുപാട് അവൻ മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ട്. അവന്റെ മനസ്സിൽ കുറെ വല്ലാതെ മെതിക്കുന്ന ചിന്തകളുണ്ട്. അവനെ ശരിക്കും ഹീറ്റാക്കാൻ പറ്റും വിധത്തിലുള്ള ഒരുപാട് കണക്കൂട്ടലുകൾ അവന്റെ മനസ്സിലുണ്ട്. അങ്ങനെ വരുമ്പോൾ നിസ്കരിക്കുന്ന ഭക്തന്റെ നിസ്കാരത്തിനാണ് ഭാരം കൂടുതൽ. എന്നാ പിന്നെ വൈന്നമൽ മുറാദു ബിഖൗലിഹി വൈന്നഹാ സഖീലത്തുൻ ഫീമൽ, നിസ്കാരം എന്ന് പറയുന്നത് അത് സഖീലത്തുൻ അലാ മൻ ലം യഖ്ശ, ഭക്തൻ അല്ലാത്തവർക്കാണ് ഭാരം എന്ന് പറഞ്ഞത്. എങ്ങനെയാ? അന്നഹു മിൻ ഹൈസു ലാ യഅതഖിദു ഫീ ഫിഅലിഹാ സവാബൻ വലാ ഫീ തർക്കിഹാ ഇഖാബൻ, അത് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് പ്രത്യേക ബെനിഫിറ്റോ ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് പ്രത്യേക ശിക്ഷയോ ആരും ആഗ്രഹിക്കണില്ല, അവൻ വിശ്വസിക്കണില്ല. അങ്ങനെ വരുമ്പോ ഫയസ്സബു അലൈഹി ഫിഅലുഹാ, അത് ചെയ്യൽ അവന് പ്രയാസാവെന്ന് മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ നിസ്കരിക്കുന്ന ഭക്തന് പ്രയാസമല്ല നിസ്കരിക്കാന്നല്ല, മറിച്ച് രണ്ടാളുടെയും പ്രയാസത്തിന്റെ ലൈന് രണ്ടാണ്. മനസ്സിലെ? നിസ്കരിക്കുന്നവൻ ഭക്തനാണെങ്കിൽ അവന്റെ പ്രയാസം ഒരു ശൈലിയിലാണ്, ഭക്തനല്ലാത്തവന്റെ നിസ്കാരം മറ്റൊരു ശൈലിയിലാണ്. അതായത് ഭക്തനല്ലാത്തവൻ ഇത് നിസ്കരിക്കുമ്പോ ഇതിപ്പോ ചെയ്താലും ചെയ്തില്ലെങ്കിൽ എനിക്കൊന്നും കിട്ടാല്ല, പിന്നെ വെറുതെ കഷ്ടപ്പെടാണല്ലോ എന്ന് ചിന്തിക്കുമ്പോ ആ അർത്ഥത്തിലാണ് അവൻ്റെത് അത് ഭാരാന്ന് പറഞ്ഞത്. അതേ സമയത്ത് നിസ്കാരത്തിന്റെ ഉൾവശങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അതിന്റെ മഹത്വവും അതിന്റെ സാരാംശങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിശ്വാസി അവന്റെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ എടുക്കുന്നത് വാസ്തവത്തിൽ അവനാണ്. ഫൽഹാസിലു, ചുരുക്കം, അന്നൽ മുൽഹിദ ഇദാ ലം യഅതഖിദ് ഫീ ഫഇലിഹാ മൻഫഅതൻ, ഒരു നിഷേധി ആ നിസ്കാരം ചെയ്യുന്നതിൽ ഒരു ഗുണം അവൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ സഖുല അലൈഹാ ഫിഅലുഹാ, അത് ചെയ്യൽ അവന് ഭാരമാകും. ലഅന്നൽ ഇസ്തിഗാല ബിമാ ലാ ഫായിദത ഫീഹി യസ്ഖുലു അല തബഈ, കാരണം ഒരു ഫലമില്ലാത്തൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നുള്ളത് പ്രകൃതിപരമായി തന്നെ ഭാരമാവും. എന്നാൽ അമ്മൽ മുവഹിദു, ഏകദൈവ വിശ്വാസിയായിട്ടുള്ള മുസ്ലിം, ഫലം യഅതഖദ ഫീ ഫിഅലിഹാ,
ആ നിസ്കാരം നിർവഹിക്കുന്നതിൽ അവൻ വിശ്വസിക്കുമ്പോ അയലമൽ മനാഫി ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ അവൻ പ്രതീക്ഷിക്കുമ്പോ വഫീ തർക്കിഹ അയലമൽ മലാരി അത് ഉപേക്ഷിക്കുന്നതിൽ വമ്പിച്ച ബുദ്ധിമുട്ടുകളും അവൻ വിശ്വസിക്കുമ്പോ ലം യസ്കുൽ ദാലിക അലൈഹ ആ നിസ്കാരം അവൻ എന്താവൂല ആ അർത്ഥത്തിൽ ഭാരമായി വരൂല. കാരണം എന്താ? ലിമാ യഅ്തഖിദു ഫീ ഫഇലിഹി മിന സവാബി ലിമാ യഅ്തഖിദു ഫീ ഫഇലിഹി അവന്റെ പ്രവർത്തനം മുഖേന അവൻ വിശ്വസിക്കുന്നു മിന സവാബി വൽ ഫൗസിൽ അലീമി പിന്നെ പ്രതിഫലവും അതേപോലെ മഹത്തായ വിജയവും ബിന്നഈമിൽ മുഖീം ശാശ്വതമായ സുഖങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തായ വിജയവും വൽ ഖലാസി മിനൽ അദാബിൽ അലീം വേദനാജനകമായ ശിക്ഷയിൽ നിന്നുള്ള രക്ഷയുമൊക്കെ അവൻ എന്ത് ചെയ്യുന്നു? പ്രതീക്ഷിക്കുന്നു. അലാ തറാ ഇലാ ഖൗലിഹി അള്ളാഹു പറഞ്ഞില്ലേ അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം അവരുടെ നാഥനെ കണ്ടുമുട്ടുമെന്ന് അവർ വിശ്വസിക്കുന്നു. ആ ഭക്തന്മാരുടെ സ്വഭാവമാണല്ലോ പറഞ്ഞത്. അതായത് യതവഖഊന നൈല സവാബിഹി വൽ ഖലാസു മിൻ ഇഖാബിഹി അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടുമെന്നും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്നും ആര് വിചാരിക്കുന്നു? അവർ പ്രതീക്ഷിക്കുന്നു. അങ്ങനത്തെ ഭക്തന്മാർക്ക് നിസ്കാരം ഭാരല്ല. ഭാരല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവര് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടൊക്കെ സഹിക്കാൻ അവർ തയ്യാറാകും. ഏതുപോലെ മിസാലുഹു അതിന്റെ ഉദാഹരണം ഇദാ ഖീല ലിൽ മരീദി ഒരു രോഗിയോട് പറയപ്പെട്ടാൽ കുൽ ഹാദ ഷൈഅൽ മുർ ഈ പിന്നെ പുളിയുള്ള അല്ലെങ്കിൽ കയ്പുള്ള ഈ കയ്പുള്ള ഈ മരുന്ന് നീ ഉപയോഗിക്കുന്ന ഒരു രോഗിനോട് പറയപ്പെട്ടു. അങ്ങനെ പറയപ്പെട്ട ഫൈനേറ്റ കഥ ആ രോഗി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അന്നലഹു ഫീഹി ഷിഫാഅൻ ആ കയ്പുള്ള മരുന്ന് ഉപയോഗിക്കണേല് എനിക്ക് രോഗശമനം കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സഹുലദാലിക്കാലേഹി ആ കയ്പുള്ള മരുന്ന് ഉപയോഗിക്കൽ അയാൾക്ക് എളുപ്പാവും അല്ലേ? എത്ര കയ്പുള്ള കഷായ നമ്മളൊക്കെ കുടിക്കാൻ ചിലപ്പോ ആ കഷായം കുടിച്ചാൽ എന്റെ രോഗം മാറും നമുക്ക് വിശ്വാസം ഉണ്ടാവുമ്പോ ആ കയ്പുള്ള കഷായം കുടിക്കൽ ബുദ്ധിമുട്ട് തന്നെ, പക്ഷേ ആ ബുദ്ധിമുട്ട് സഹിക്കാൻ നമ്മൾ റെഡിയാകും. അതേസമയത്ത് വൈലമേത്തീഹി ഇത് കഴിച്ചിട്ട് ഒരു കാര്യമല്ല എന്നാ രോഗി വിശ്വസിക്കണമെങ്കിലോ സഅബൽ അലൈഹി അവന്റെ മേൽ അത് വലിയ പ്രയാസമായിട്ട് മാറും. അതാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാഹ് എന്റെ കണ്ണിന് കുളിർമ നിസ്കാരത്തിലാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എപ്പോ നിസ്കരിക്കാന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സംഗതിയായിട്ട് അള്ളാഹുവിന്റെ റസൂൽ അത് കണ്ടിരുന്നു. എന്ത് പ്രയാസം തങ്ങൾക്കുണ്ടായാലും ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ ആ പ്രയാസം നീങ്ങിക്കിട്ടുക എന്നുള്ള അവസ്ഥ. അപ്പോ മൂഡ് ഓഫ് മാറ്റാനുള്ള ഒരു മാർഗമായിട്ടാണ് നബി സല്ലല്ലാഹു തങ്ങൾ നിസ്കാരത്തെ കണ്ടിരുന്നത്. 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അതിൽ അള്ളാഹുവിന്റെ റസൂലിന് ശരിക്കും ആത്മസംതൃപ്തി ലഭ്യമാകുന്ന സ്വഭാവം കാണാമായിരുന്നു. അതേസമയത്ത് നമ്മളൊക്കെ ഇപ്പൊന്നോ നമ്മളിന്ന് നിസ്കരിക്കലില്ല പലപ്പോഴും. കാരണം എന്താ? ഇന്നൊരു മൂഡില്ല എന്നാ പറയാ അല്ലെ? മൂഡ് ഓഫ് മാറ്റാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതേപോലെ മറ്റു മഹാന്മാർ അവരൊക്കെ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചുവെങ്കിൽ മൂടില്ല എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കാണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ പലപ്പോഴും എത്തുന്നത്. അപ്പോ ഇപ്പറഞ്ഞ ഗൗരവതരമായ ഭക്തനല്ലാത്തവന് നിസ്കാരം ഭാരമാണെന്ന ആ പ്രസ്താവനയുടെ പരിധിയിൽ നമ്മൾ വരുന്നില്ലേ എന്ന് ഗൗരവത്തോടുകൂടെ ആലോചിക്കാൻ നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിനെ നന്മയിലേക്ക് കൂടുതൽ തിരിച്ചുവിടാൻ ഇതൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായിട്ട് തന്നെ ഈ ആയത്തിന്റെ ഭാഗത്തെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം ഭക്തനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു തആല പറയാണ് അവരുടെ നാഥനെ കണ്ടുമുട്ടുമെന്ന് അവർ എന്ത് ചെയ്യുന്നു? വിചാരിക്കുന്നു. ഇവിടെ സാധാരണഗതിയിൽ ലന്ന്, ഇൽമ്, ശക്ക്, വഹ്മ് ഇങ്ങനെ പല കാറ്റഗറി ആയിട്ടാണ് നമ്മളെ ധാരണകളെ പിന്നെ എന്ത് ചെയ്യണത് വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. ഒരാൾക്കൊരു സംഗതിയെ കുറിച്ച് ഇൽമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ആശയം എന്താ? ഒരു സംഗതി എനിക്ക് ഇങ്ങനെ അറിയാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ ഓപ്പോസിറ്റിന് ഒരു സാധ്യതയും കാണുന്നില്ല എന്നാണ്. 100% അത് അങ്ങനെ തന്നെയാണ് എന്നുണ്ടാവുമ്പോഴാണ് ഇൽമു എന്ന് പറയാം. അതേസമയത്ത് ഏകദേശ ധാരണ അങ്ങനെയാണ്, അതേസമയത്ത് അതിന്റെ ഓപ്പോസിറ്റിനും എന്തുണ്ട്? സാധ്യതയുണ്ട്. അതിനാണ് എന്ത് പറയാ? ലന്ന് എന്ന് പറയാം. ഇനി രണ്ടും സമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിനാ എന്ത് പറയാ? ശക്ക് എന്ന് പറയാം. ആ വിഷയത്തിൽ സംശയം എന്ന് പറഞ്ഞാൽ ഇതും അതും രണ്ടും തന്നെ ഒരേപോലെ നിൽക്കുക, 50-50 എന്ന അനുപാതത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാ ശക്ക് എന്ന് പറയാം. ഇനി ഇതിന്റെ ഓപ്പോസിറ്റിനാണ് സാധ്യത കൂടുതലുള്ളത്. ഇപ്പൊ ഈ പറഞ്ഞതിനേക്കാളും ഇതിന്റെ എതിരിനാണ് സാധ്യത കൂടുതലെങ്കിൽ അപ്പൊ ഇതിന് പറയുന്നതാണ് വഹ്മ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ ഭക്തന്മാരെ സംബന്ധിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം അവരുടെ നാഥനെ കണ്ടുമുട്ടുമെന്ന് അവർ ലന്ന് ചെയ്യുന്നു എന്നാണ്. ലന്ന് ചെയ്യുന്നു എന്ന് പറയുമ്പോ
കണ്ടുമുട്ടാതിരിക്കാനുള്ള സാധ്യതക്കും എന്തുണ്ട്, അത് ഓപ്പോസിറ്റിനും സാധ്യത ഉണ്ട് എന്ന് വരണ്ടേ എന്നൊരു ചർച്ച ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു ചർച്ചയാണ്. അത് ഭാഷയായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ്. പക്ഷെ റബ്ബ് പ്രയോഗിച്ച ആ പ്രയോഗത്തെ കുറിച്ചുള്ള ചർച്ചയിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അമ്മാ ഖൗലുഹു അല്ലദീന യظുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം, അവരുടെ റബ്ബിനെ അവർ കണ്ടുമുട്ടും എന്നവർ ധരിക്കുന്നു എന്ന് പറഞ്ഞതിൽ ഫലിൽ മുഫസ്സിരീന ഫീഹി ഖൗലാനി, ഖുർആൻ വ്യാഖ്യാതാക്കൾക്ക് രണ്ടഭിപ്രായമുണ്ട് ഇവിടെ. ഒന്ന് അല്ലവലു അന്നല്ലന്ന ബിമഅനൽ ഇൽമി, കണ്ടോ, ഇൽമിന്റെ അർത്ഥത്തിനാണ്. അല്ലദീന യظുന്നൂന വെച്ചാൽ അല്ലദീന യഅലമൂന എന്നാണ്. അപ്പൊ ഉറപ്പന്നെ, അതിന്റെ ഓപ്പോസിറ്റിന് എന്തില്ല, സാധ്യത ഇല്ല എന്നുള്ള അർത്ഥത്തിന് തന്നെയാണ് എന്ത് അവിടെ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ, അന്നല്ലന്ന ലന്ന് എന്നത് ഹുവൽ ഇഅ്തിഖാദുല്ലദീ യുഖാരിനുഹു തജ്വീസുൻ നഖീലി, കണ്ടോ, അതിന്റെ ഓപ്പോസിറ്റ് അനുവദിക്കപ്പെടുന്ന വിധത്തിലുള്ള ഒരു സംഗതി. ഇതിനാണ് കൂടുതൽ സാധ്യത. പക്ഷെ ഇതിന്റെ എതിരുണ്ടാവാം. അപ്പൊ അള്ളാനെ കണ്ടുമുട്ടാതിരിക്കുക എന്നൊരു സംഗതി ഉണ്ടാകാം എന്ന് വരുമ്പോൾ എന്താകും, യഖ്തലി അൻ യകൂന സാഹിബുഹു, ആ പിന്നെ വിശ്വസിക്കുന്ന ആള് ഗൈറ ജാസിമിൻ ബിയൗമിൽ ഖിയാമ, അന്ത്യനാള് ഉറപ്പിക്കാത്ത ആളാന്നൊരു സാധ്യതയില്, നമ്മൾ ഉറപ്പിച്ചു തന്നെയാണ് കൂടുതലുമെങ്കിലും ഉറപ്പിക്കാത്ത ആളാണെന്നൊരു സാധ്യത അവിടെ എന്ത് ചെയ്യണില്ല, കടന്നു വരുന്നില്ലേ. വദാലിക കുഫുറുൻ, അതാണെങ്കിലോ അതാ വിശ്വാസമല്ലേ, അന്ത്യനാൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഈമാൻ തെറ്റിപ്പോലെ. എന്നാലോ വല്ലാഹു തആല മദഹാല ഹാദല്ലന്നി, ഈ വിശ്വാസത്തെ അല്ലാഹു തആല എന്താക്കി പുകഴ്ത്തി പറഞ്ഞതാണല്ലോ ഇവിടെ. വൽ മദ്ഹു അലൽ കുഫ്രി ഗൈറു ജായിസിൻ, കുഫറിന് മദ്ഹ് ചെയ്യാൻ പറ്റുമോ, അവിശ്വാസത്തെ പുകഴ്ത്തി പറയാൻ പറ്റുമോ? അത് പറ്റൂലല്ലോ. ഫവജബ യകൂനൽ മുറാദു മിനൽ ലന്നി ഹാഹുന അൽ ഇൽം, ഇവിടെ പറഞ്ഞ യളുന്നൂന എന്ന് പറഞ്ഞാൽ യഅലമൂനന്റെ അർത്ഥാണ്. അഥവാ എതിരിന് സാധ്യതയില്ലാത്ത, ഓപ്പോസിറ്റിന് സാധ്യതയില്ലാത്ത വിധം 100% അവർക്ക് ബോധ്യമുണ്ട് എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറയേണ്ടത് എന്നാണ് ഒരു വ്യാഖ്യാനം. എന്നാ പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞാൽ പോരെയെന്നോ? യഅലമൂന എന്ന് പറഞ്ഞ പദം എന്താ, തീർന്നു പോയതാ? അല്ല, അത് ആലങ്കാരികമായി ആ വിധത്തിൽ പറയുന്നത് പറ്റിയതുകൊണ്ട് ഖുർആൻ അങ്ങനെ പ്രയോഗിച്ചതാണ് എന്നാണ് ആ ഒരു വ്യാഖ്യാനത്തിന്റെ ശൈലി. ഇനി അങ്ങനെ ഖുർആൻ പലയിടത്തും എന്ത് ചെയ്തിട്ടുണ്ട്, ആ അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖുർആനിൽ തന്നെ നമുക്ക് കാണാമല്ലോ, സൂറത്തുൽ ഹാഖയുടെ 20-ാമത്തെ ആയത്തിൽ അള്ളാഹു പരലോകത്ത് മനുഷ്യന് നന്മ തിന്മ രേഖപ്പെടുത്തിയ ഗ്രന്ഥം ഓരോരുത്തർക്ക് നൽകുമ്പോൾ വലത് കിതാബിൽ ഗ്രന്ഥം കിട്ടിയ മനുഷ്യൻ സന്തോഷത്തോടുകൂടെ പറയുന്നു, ഹാ ഉമുഖറഊ കിതാബിയ, എല്ലാരും വന്നോളൂ, എന്നിട്ട് എന്റെ ഗ്രന്ഥം ഇതാ വായിച്ചു നോക്കിക്കോളൂ. എന്റെ ജീവിതം മൊത്തം തുറന്ന പുസ്തകമാണ്. കാരണം ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ഇന്നി ലനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ, ഇങ്ങനൊരു വിചാരണ നേരിടാനുണ്ടെന്ന് ഭൂമിയിൽ വെച്ച് തന്നെ ഞാൻ ഉറപ്പിച്ചിരുന്നു. അവിടെ ലനന്തു എന്നല്ല പറഞ്ഞത്, പക്ഷെ എനിക്കങ്ങനെ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിനനുസരിച്ച് എന്റെ ജീവിതത്തെ എന്ത് ചെയ്തു, ഭൂമിയിൽ ജീവിച്ചപ്പോ ക്രമീകരിച്ചു. അതുകൊണ്ട് ധൈര്യമായിട്ട് വന്നോളൂ എല്ലാവരും, എന്നിട്ട് എന്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ എന്ന് അയാൾ എന്ത് ചെയ്യും, വലിയ സന്തോഷത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ വിളിച്ചു പറയും. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തുൽ മുത്തഫിഫീനയിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ അലാ യظുന്നു ഉലൈക അന്നഹും മബ്ഊസൂന ലിയൗമിൻ അലീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. അവിടെ അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ആൾക്കാർക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോ അളക്കാണെങ്കിലും ശരി തൂക്കാണെങ്കിലും ശരി കുറക്കുക, ഇങ്ങോട്ട് എടുക്കുമ്പോഴോ പൂർണ്ണാക്കിയിട്ട് എടുക്കുകയും ചെയ്യുക. അങ്ങനെ അളത്തത്തിലും തൂക്കത്തിലും കൃത്യത പാലിക്കാത്ത ആളുകൾക്ക് പരലോകത്ത് വമ്പിച്ച ശിക്ഷയുണ്ടെന്ന താക്കീതിന്റെ സ്വരം നടത്തുന്നിടത്ത് അള്ള പറഞ്ഞൊരു വാക്കാണ് അലാ യളുന്നു ഉലൈക, ഇങ്ങനെ ചെയ്യുന്ന ആളുകള് വിശ്വസിക്കുന്നില്ലയോ, അന്നഹും മബ്ഊസൂന ലിയൗമിൻ അലീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ജനങ്ങളൊക്കെ യജമാനനായ റബ്ബിന്റെ വിധിയുടെ മുന്നിലേക്ക് നിൽക്കുന്ന ദിവസം ആ റബ്ബിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുമെന്നത് ഇവർ ഉറപ്പിച്ചിട്ടില്ലേ എന്നാ വാസ്തവത്തിൽ അവിടെ ഉള്ളത്. ഓൾക്ക് സംശയം ഉണ്ടോന്നല്ല, അല്ലെങ്കിൽ ഊഹല്ലേ എന്നല്ല, മറിച്ച് അത് ഉറപ്പാണ് എന്നാ. അപ്പൊ ലന്ന് എന്ന പദം ഖുർആനിൽ പലയിടത്തും ഉറപ്പാണ് എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഇവിടെയും പറഞ്ഞതെന്നാണ് ഒരു വ്യാഖ്യാനം. ഇനി രണ്ടാമത്തെ വ്യാഖ്യാനം ഇതിപ്പോ നമ്മൾ ഇങ്ങനെ പറയുമ്പോ ഒരു ചെറിയ പിന്നെ അലങ്കാരമൊക്കെ അതിൽ കടത്തി കൂട്ടിയിട്ട് വേണ്ടേ. യളുന്നു എന്ന് പറഞ്ഞതിന് യഅലമൂന്റെ മാനയാണെന്ന് പറയണമെങ്കിൽ അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയെന്ന് വെക്കുക. എങ്ങനെ യളുന്നു വെച്ചാൽ യളുന്നു തന്നെ, അതായത് ഓപ്പോസിറ്റിന് സാധ്യത ഉണ്ട് എന്ന് തന്നെ അർത്ഥം വെക്കുക. അതാണ് യുഹ്മലുൽ ലഫ്ദു അലാ ളാഹിരിഹി, അതിന്റെ ബാഹ്യാർത്ഥത്തിന്റെ മേൽ തന്നെ ആ വാചകത്തെ ചുമത്തുക. വഹുവ ളന്നുൽ ഹഖീഖി,
യഥാർത്ഥത്തിൽ തന്നെ ഓപ്പോസിറ്റിന് സാധ്യത ഉണ്ട്. അപ്പൊ എന്താകും അർത്ഥം? അപ്പോ സുമ്മഹാഹുന വുജൂഹുൻ ലന്നെയാണ് എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഒന്ന് അൻതുജഅല മുലാഖാത്തുർ റബ്ബി മജാസൻ അനിൽ മൗതി. കണ്ടോ, റബ്ബിനെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞത് മരണത്തെക്കുറിച്ച് ആലങ്കാരികമായി പറഞ്ഞതാണെന്ന് വെക്കുക. അപ്പൊ അലാ യളുന്നു ഉലൈക അന്നഹും മുലാഖു റബ്ബി അല്ലദീന യളുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം, അവരവരുടെ നാഥനെ കണ്ടുമുട്ടുമെന്ന് അവരെന്ത് ചെയ്യുന്നു? ധരിക്കുന്നു. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് എന്തിനെ കുറിച്ച് പറഞ്ഞതാണ്? മരണത്തെ കുറിച്ച് പറഞ്ഞതാണ്. കാരണം എന്താ? വദാലിക്കലി അന്ന മുലാഖാത്ത റബ്ബി മുസബ്ബിബുൻ അനിൽ മൗതി, റബ്ബിനെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കണല്ലോ. അപ്പൊ ഫാത്തലഖൽ മുസബ്ബബ വഹുൽ മുറാദു മിൻ സബബു, കാരണം പറഞ്ഞിട്ട് അത് കാരണത്തെ തുടർന്ന് ഉണ്ടാവുന്ന സംഗതി പറഞ്ഞിട്ട് കാരണം ഉദ്ദേശിക്കുക എന്ന അലങ്കാരമാണ് വഹാദാ മജാസും മഷ്ഹൂറുൻ, അങ്ങനെ പറഞ്ഞതാണെന്ന് വെക്കുക. ഇതിപ്പോ നമ്മളെത്ര ഇവിടെ വിശദീകരിച്ച് ഞാൻ വായിച്ചു പോയപ്പോൾ പറഞ്ഞതാണ്. ഇത്ര ഇപ്പൊ നമുക്ക് സാധാരണക്കാർക്ക് ആവശ്യമുള്ള വിഷയമാവും തോന്നുന്നില്ല. ഏതായാലും ശരി, അവിടെ ഒന്നുമില്ല അങ്ങനെ അർത്ഥം വെക്കുക. അപ്പൊ അന്നഹും അല്ലദീന യളുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം, അവരുടെ നാഥനെ കണ്ടുമുട്ടുന്നതിലേക്ക് എത്തിക്കുന്ന മരണം, ആ മരണം അവരെന്ത് ചെയ്യുന്നില്ലയോ? മനസ്സിലാക്കുന്നില്ലയോ എന്നാകും അപ്പോൾ അർത്ഥം. അപ്പൊ എന്തുവരും ഇവിടെ? വൈദാ സബത ഹാദാ ഫനഖൂലു അൽ മുറാദു വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈന അല്ലദീന യളുന്നൂന അൽ മൗത ഫീ കുല്ലി ലഹളാ. അവന് മരണത്തിൽ നിന്നാൽ തന്നെ പറ്റുമോ? മരണത്തിൽ തന്നെ പറ്റുന്നല്ല, മരണം എപ്പോണ്ടാകും എന്ന വിഷയത്തില് അത് നമുക്ക് ഉറപ്പില്ലല്ലേ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത്. അതാണ് അന്നഹു ഇന്നഹാ ലകബീറത്തുൻ, നിസ്കാരം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ അവ്യയം അടങ്ങുന്ന വാചകങ്ങൾ ഏതും അതിലെ കബീറത്തുൻ ഭാരമാണ്. ഇല്ലാ അലൽ ഖാശിഈന, ഭക്തന്മാരുടെ മേലിലൊഴിച്ച്. അല്ലദീന, എങ്ങനത്തെ ഭക്തന്മാർ? യളുന്നൂനൽ മൗത ഫീ കുല്ലി ലഹളത്തിൻ, എല്ലാ സമയത്തും മരണത്തെ അവർ പ്രതീക്ഷിക്കുന്നു. ഈ സമയത്ത് എന്നെ മരണം നടക്കാമെന്ന് അവരതാ ധരിക്കുന്നു. ഉണ്ടോ? എപ്പോഴും മരണം നടക്കാം, ഇന്നിപ്പോ നടക്കുന്ന ഉറപ്പില്ല, ഇപ്പൊ തന്നെ നടക്കാനും എന്തുണ്ട്? സാധ്യത ഉണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ ആ മരണത്തെ അവർ ഏത് സമയത്തും നടക്കാമെന്ന് അവർ വിചാരിക്കുന്നു. അങ്ങനത്തെ ആളുകളാ ഭക്തന്മാർ. കാരണം എന്താ? വദാലിക്കലി അന്ന കുല്ലമൻകാന മുതവഖിഅൻ ലിൽ മൗതി ഫീ കുല്ലി ലഹള, എല്ലാ സെക്കൻഡിലും മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഫഇന്നഹു ലാ യുഫാരിഖു ഖൽബുഹു അൽ ഖുശൂഅ ഖൽബഹുൽ ഖുശൂഉ, അവന്റെ ഹൃദയത്തിൽ നിന്ന് ഭക്തി എന്നത് എന്താവില്ല, വിട്ടു നിൽക്കുകയല്ല. ഫഹും യുബാദിറൂന ഇല തൗബ, അങ്ങനെ വരുമ്പോൾ ഭക്തി അവരുടെ മനസ്സിൽ എപ്പോഴുണ്ടാകുമ്പോൾ അവരെന്താകുന്നു? പാശ്ചാത്താപത്തിലേക്ക് പെട്ടെന്ന് വരുന്നു. ലിഅന്ന ഖൗഫൽ മൗതി, മരണത്തെക്കുറിച്ചുള്ള ഭയം. മിമ്മാ യുഖവ്വി ദവാഇ തൗബ, പാശ്ചാത്താപത്തിന്റെ പ്രേരണ സജീവമാക്കുന്നതിൽപ്പെട്ടതാണ്. വലിയ അന്നഹു മഅ ഖുശൂഇഹി, അവന്റെ ഭക്തിയോടുകൂടെ ലാബുദ്ദ ഫീ കുല്ലി ഹാലിൻ മിന്നല്ലാ യഅമലു തഖ്സീറൻ ജറാ മിൻഹു, അവനിൽ നിന്ന് സംഭവിക്കുന്ന വീഴ്ചകളെ കുറിച്ച് അവന് ഭയം ഉണ്ടാകും. ഫയൽസമുഹു തലാഫി, അപ്പോൾ ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ വീഴ്ചകൾ പരിഹരിക്കാനുള്ള നിർബന്ധ ബുദ്ധി അവൻ കാണിക്കും. ഫൈദാ കാന ഹാലുഹു മാ ദക്കർന കാന ദാലിക ദാഇയൻ ലഹു ഇലൽ മുബാദറത്തി ഇല തൗബ, ഇതാണ് അവന്റെ അവസ്ഥയെങ്കിൽ അവൻ പാശ്ചാത്താപത്തിലേക്ക് പെട്ടെന്ന് വരാനുള്ള പ്രേരണയായിട്ട് ഇത് മാറും. അങ്ങനെയാണ് അവൻ ആരാവുന്നത്? ഭക്തനായി മാറുന്നത്. അവർക്ക് പിന്നെ ആ പാശ്ചാത്താപത്തിന്റെ ഭാഗമായി ഓരോ ബാധ്യതകളും നിർവഹിക്കുക, അതിനായിട്ട് സ്പീഡ് കൂട്ടുക എന്നൊരു ചിന്ത അവർക്ക് വരും എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. പിന്നെ ഇങ്ങനെ പല വ്യാഖ്യാനങ്ങളും ആ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഇവിടെ നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഏതായാലും ഞാൻ ആ ഭാഗം അങ്ങനെ അങ്ങോട്ട് ചുരുക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം റബ്ബിനെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞെടുത്ത് ഇസ്തദല്ല ബഅദുൽ അസ്ഹാബി ബിഖൗലിഹി മുലാഖു റബ്ബിഹിം അലാ ജവാസി റുയത്തില്ലാഹി തആല, അല്ലാഹുവിനെ കാണാൻ കഴിയും എന്നത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നക്കും സതറൗന റബ്ബക്കും, നാഥനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പരലോകത്തെത്തുമ്പോൾ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ സ്വർഗത്തിലെത്തിയവന്റെ ഏറ്റവും വലിയ സന്തോഷം വാസ്തവത്തിൽ റബ്ബിനെ കാണാൻ കഴിയുക എന്നുള്ളതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലഹൂലം യഅ്ബുദൂ മിൻ ഖൗഫി നാരി വലാ ശൗഖൻ ഇലാ മാ ഫിൽ ജിനാനി. കണ്ടോ, മഹാന്മാരായ ആളുകൾ അള്ളാഹുവിനെ ഇബാദത്തെടുത്തത് സ്വർഗത്തിന്റെ സുഖങ്ങൾ കണ്ടോ നരകത്തിന്റെ ശിക്ഷയെ ഭയപ്പെട്ടോ അല്ല, മറിച്ച് അവരുടെ മനസ്സിൽ സിവാ നളിരിൽ ജലീൽ, യജമാനനായ റബ്ബിനെ കാണുക, അവനെ കാണണമെങ്കിൽ എവിടെ എത്തണം? സ്വർഗത്തിലെത്തണം. അപ്പൊ ഈ ഒരു ചിന്തയോടുകൂടെയാണ് അവർ ജീവിച്ചത്. അങ്ങനെ റബ്ബിനെ
കാണുമോ കാണൂലേ എന്നുള്ള ചർച്ചയിൽ മറ്റു പല പുത്തൻവാദികളായിട്ടുള്ള ആളുകളും ചർച്ചകൾ നടത്തിയത് ഇവിടെ വിശദീകരിക്കേണ്ടി ഇമാം റാസി റളിയല്ലാഹു അൻഹു മുഅ്തസിലത്തൊക്കെ അള്ളാഹിനെ കാണാൻ സാധിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ച നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ കൂടുതൽ പോണില്ല. ഇനി ഇവിടെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം, വഅന്നഹും ഇലൈഹി റാജിഊൻ. അപ്പോ അല്ലദീന യളുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം, അവരുടെ നാഥനെ കണ്ടുമുട്ടുമെന്ന് അവർ വിശ്വസിക്കുന്നു. വഅന്നഹും ഇലൈഹി റാജിഊൻ, അവനിലേക്ക് അല്ലാഹുലേക്ക് അവർ മടങ്ങുമെന്നും അവർ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അൽ മുറാദു മിനർ റുജൂഇ ഇലല്ലാഹി തആല, അല്ലാഹുലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അർറുജൂഉ ഇലാ ഹൈസു ലാ യകൂനു ലഹും മാലികുൻ സിവാഹു, അല്ലാഹു അല്ലാത്ത ഒരു ഉടമസ്ഥനും ഒരു എങ്ങനെയെങ്കിലുള്ള ഒരു വ്യാഖ്യാനത്തിൽ പോലും ഇല്ലാത്തടത്തേക്ക് മടങ്ങുക എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാഹു അല്ലാത്ത ആരും അവർക്കൊരു ഉപകാരമോ ഉപദ്രവമോ ഉടമയാക്കാത്ത ദിവസം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. കമാ കാനു കദാലിക ഫി അവ്വലിൽ ഖൽഖി, സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ അവരങ്ങനെ ആയിരുന്നുവല്ലോ. നമ്മളെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്ന വിഷയത്തിൽ ബാഹ്യമായി പോലും ഒരാളുടെ ഇടപെടലുകളോ ഒരാളുടെ സഹായമോ കാണാൻ സാധിച്ചിട്ടില്ലല്ലോ. ഇതേപോലെ ആരും നമ്മളെ സഹായിക്കാത്ത ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ മടങ്ങുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഫജഅല മസീറഹും ഇലാ മിസ്ലി മാ കാനു അലൈഹി അവ്വലൻ റുജൂഅൻ ഇലല്ലാഹി തആല ഇലല്ലാഹി മിൻ ഹൈസു കാനു ഫീ സായിരി അയ്യാമി ഹയാതിഹിം ഖദ് യംലികു ഗൈറഹുൽ ഹുക്മു അലൈഹിം. കേട്ടോ, ഇവിടെ ഫജഅല മസീറഹും, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മടക്കത്തെ ഇലാ മിസ്ലി മാ കാനു അലൈഹി അവ്വലൻ, ആദ്യം അവരുണ്ടായിരുന്ന ഒരു അവസ്ഥ പോലത്തേലേക്ക് മടക്കത്തെ അള്ളാഹു ആക്കി റുജുഅൻ ഇലല്ലാഹ്, അള്ളാഹുലേക്കുള്ള മടക്കം എന്നാക്കിയതാണ്. അതായത് ഭൂമിയിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ്, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നതിന് മുമ്പ് നമ്മളെ ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കുക എന്ന ആ പ്രവർത്തനത്തിൽ ആരും ഒരു പങ്കും വഹിക്കാതെ റബ്ബൻ അത് ചെയ്തു അല്ലെ. അതേസമയത്ത് ഭൗതിക ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നാലോ, പിന്നെ മിൻഹൈസു കാനു ഫി സായിരി അയ്യാമി ഹയാതിഹിം, അവരുടെ ജീവിതകാലത്ത് ഖദ് യംലികു ഗൈറുഹു, അവരല്ലാത്തവരും ഉടമയാക്കിയിട്ടുണ്ടാവാം അൽ ഹുക്മ അലൈഹിം, അവരുടെ മേലുള്ള എന്തെങ്കിലുമൊക്കെ വിധി കളിച്ചാൽ ഭൗതിക ലോകത്ത് ചില വിഷയത്തിലൊക്കെ അയാളുടെ അധികാരത്തിലാണ് അത് എന്ന് പറയുന്ന സംഗതികൾ ബാഹ്യമായിട്ട്, യഥാർത്ഥത്തിൽ വയംലിക്കു അതേപോലെ തന്നെ മറ്റുള്ളവർ ഉടമയാക്കി എന്ന് വരും. അയ്യറുഹും വയംഫഅഹും, അവർക്ക് ഉപകാരം ചെയ്യുക ഉപദ്രവം ചെയ്യുക എന്നുള്ളതൊക്കെ. വഇൻകാന അല്ലാഹു തആല മാലികൻ ലഹും ഫി ജമീഇ അഹ്വാലിഹിം, എല്ലാ അവസ്ഥയിലും യഥാർത്ഥത്തിൽ അതിന്റെ ഉടമസ്ഥൻ അല്ലാഹ് തന്നെയാണെങ്കിലും റബ്ബിൽ ആലമീനൊക്കെ പറഞ്ഞുകൊടുത്ത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ തന്നെയാണെങ്കിലും അങ്ങനെ തന്നെയാണെങ്കിലും പിന്നെ ഇവിടെ ആ പരലോകത്തേക്ക് അവർ വരുന്ന സമയത്ത് എന്തുണ്ടാവില്ല, പരലോകത്തേക്ക് അവർ വരുന്ന സമയത്ത് ഒരു നിലക്കും ഒരു ഉപകാരവും ബാഹ്യമായി പോലും ചെയ്യുന്ന ഒരാളെ കാണാൻ സാധിക്കില്ല. ഭൂമിയിൽ ജീവിക്കുമ്പോ അയാൾ ഉപകരിച്ചു, അയാളുടെ ഉപകാരം കിട്ടി, ഇയാളുടെ ഉപകാരം കിട്ടി എന്നൊക്കെ പലതിനെ പറ്റി എന്ത് ചെയ്യലുണ്ട്, നമ്മൾ പറയുന്ന അവസ്ഥ ഉണ്ടാകും. എന്നാൽ അതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അവരെത്തുമെന്നാണ്. വഅന്നഹും ഇലൈഹി റാജിഊൻ, അവരിലേക്ക് തന്നെ മടങ്ങുച്ചാൽ ജനിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അതേ അവസ്ഥ, ആരുടെയും സഹായം ഇല്ലാത്തൊരവസ്ഥ, അതേ ഒരവസ്ഥ മരണത്തിന് ശേഷം അവർക്ക് എന്ത് ചെയ്യുന്നു, പിന്നീട് കടന്നു വരുമെന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. പിന്നീട് ശഫാഅത്തും മറ്റൊന്നും നിഷേധിക്കാനുള്ള തെളിവല്ല, അതിന്റെ വിശദീകരണങ്ങൾ പിന്നെ വരുന്നതുകൊണ്ട് ഞാനിപ്പോ അങ്ങോട്ട് പോണില്ല. പിന്നെ നമ്മളെ ലൈവിന്റെ സമയം ഹദിയിൽ നിന്നുള്ള ലൈവ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അഡ്മിന്മാരാരെങ്കിലും ആരാ കൊടുക്കാന്നറിയില്ല. പിന്നെ ആയാൽ ഉണർത്തണം എന്ന് കൂടി അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് അതുവരെ നമുക്ക് ക്ലാസ്സായിട്ട് മുന്നോട്ട് പോകാം. അതിനിടക്ക് കോടമ്പുഴ ദാറുൽ മആരിഫിൽ പഠിച്ച ഇർഫാനി നോക്കല്ലേ, എന്താണ് അദ്ദേഹം സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു. അദ്ദേഹം ഇന്ന് വഫാത്തായി. ഇൻഷാ അല്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ദ്വാരക്കാൻ ഇൻഷാ അല്ലാഹ് ക്ലാസിന്റെ അവസാനം എന്ന് പിന്നെ അദ്ദേഹത്തെ അറിയിക്കാണ്. പിന്നെ അതിൻ്റെ ഇടക്കാരവിടെ കൊടുന്നിങ്ങനെ ഒരിടങ്ങേറ് ഇങ്ങനെ പേസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, ദേവാ സമ്മേളനം. ദേവാ സമ്മേളനം എന്നല്ല, ദലാലത്ത് സമ്മേളനം എന്ന് എഴുതിക്കോ നിസാറെ. മനസ്സിലായില്ലേ? ദേവാ സമ്മേളനം എന്തോ വഹാബിക്ക്, കാട്ടുവയ്ക്കുന്ന ശങ്കരാധ്യരണമായിട്ട് ദേവാ സമ്മേളനം എന്താ വഹാബിക്ക്? ദേവാന്ന് പറഞ്ഞാൽ നന്മയിലേക്ക് ക്ഷണിക്കാനുള്ള പരിപാടിയാണ്. അതേസമയത്ത് ഏതോ വഹാബിയും ലലാലത്തിലേക്കും ബിദഅത്തിലേക്കും അല്ലേ ക്ഷണിക്കണേ, അതിന് ദേവാ സമ്മേളനം എന്നാ പേരിടുക. എല്ലാം പറ കലികാലം എന്നല്ലാതെ. ഏതായാലും ശരി ഇൻഷാ അല്ലാഹ്. അപ്പോ അങ്ങനെ കൊടുത്ത് പേസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോണ ഒരു സ്വഭാവം എന്തായാലും ഇരിക്കട്ടെ. ഇനി അല്ലാഹു തആല പറഞ്ഞ 47-ാമത്തെ സൂക്തം, യാ ബനി ഇസ്രായീല, ഇസ്രായേലികളെ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും,
നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം. വഅന്നി ഫളൽതുകും അലൽ ആലമീൻ, സമകാലികരെക്കാൾ നിങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയിരുന്നു ഞാൻ എന്നതും നിങ്ങൾ ഓർക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇവിടെ എന്തിനാണ് ഇപ്പൊ ഇത് നേരത്തെ പറഞ്ഞല്ലോ ഇതേ ആശയം അല്ലെ? ഈ ബനൂ ഇസ്രായേലിനെ കുറിച്ചുള്ള ചർച്ച തുടങ്ങുന്നതോടെ തന്നെ ആദ്യം അല്ലാഹു തആല പറഞ്ഞത് എന്താ? നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം എന്നാണല്ലോ. പിന്നെ ഇപ്പൊ വീണ്ടും എന്തിനാ ആവർത്തിച്ചത്? ഇലം അന്നഹു സുബ്ഹാനഹു വ തആല ഇന്നമാ ആദ ഹാദൽ കലാമ മറത്തൻ ഉഖറ. ഒരിക്കൽ കൂടി ഇതേ വാചകം അല്ലാഹു തആല ആവർത്തിച്ചത് തൗക്കീദൻ ലിൽ ഹുജ്ജത്തി അലൈഹിം വ തഹ്ദീറൻ മിൻ തർക്കി ഇത്തിബാഇ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർക്കെതിരെയുള്ള തെളിവ് ശക്തിപ്പെടുത്താനും അതേപോലെ തന്നെ നബിതങ്ങളെ പിന്തുടരാതിരിക്കുന്നതിന്റെ ഗൗരവം അവരെ ഉണർത്താനും വേണ്ടിയാണ്. മനസ്സിലായോ? റസൂലുള്ളാഹിനെ പിന്തുടരുക എന്നുള്ളതായിരുന്നു അവരുടെ ബാധ്യത. ആ ബാധ്യത അവർ നിർവഹിക്കാത്തത് അവർക്കെതിരെയുള്ള വലിയ തെളിവാണെന്ന് കാണിക്കാനാണ് നേരത്തെ അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർക്കണമെന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം വന്നി ഫളൽതുകും അലൽ ആലമീൻ എന്ന് അല്ലാഹു പറഞ്ഞു. നിങ്ങളെ ലോകത്ത് മറ്റുള്ളവരെക്കാളൊക്കെ ഞാൻ നിങ്ങളെ ശ്രേഷ്ഠമാക്കി എന്ന് നിങ്ങൾ ഓർക്കണം. ഇതിപ്പോ ഏത് കാലത്തുള്ള ജനങ്ങളെ പറ്റിയാ പറയണേ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുള്ള ജനങ്ങളെ പറ്റിയല്ല, മറിച്ച് അൽ മുറാദ് റസൂലുള്ളാഹിനെക്കാളും ഉമ്മത്തിനേക്കാളും ശ്രേഷ്ഠമാക്കി എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അൽ മുറാദു ഫളൽതുകും അലാ ആലമി സമാനിക്കും, നിങ്ങളുടെ ആ കാലഘട്ടത്തിൽ, അതായത് ഇവിടെ പോയി അനുഗ്രഹം ചെയ്തു കൊടുത്തു എന്ന് പറയണത് ഇന്നത്തെ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും ആണെങ്കിലും അവരുടെ പൂർവികർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ജീവിച്ചവരിൽ ഏറ്റവും ശ്രേഷ്ഠത അവർക്കായിരുന്നു എന്നാണ്. എന്തിനാണ് അത് ഉണർത്തുന്നത്? അത് ഉണർത്തുന്നത് അല്ലാഹു തആല അവർക്ക് അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിരുന്നു എന്നൊരു സംഗതി ഇവിടെ പറയുമ്പോ, പ്രബോധനം ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിൽ ആരോടാണോ പ്രബോധനം നടത്തുന്നതെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട വല്ല ഗുണങ്ങളുണ്ടെങ്കിൽ ആ ഗുണങ്ങൾ എടുത്തു പറയാന്നുള്ളത് അവരുടെ മനസ്സിനെ കൂടി പ്രബോധനത്തിന്റെ അല്ലെങ്കിൽ പ്രബോധകന്റെ വാക്കുകളിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ സാധിക്കുന്ന ഒരു സൈക്കോളജിക്കൽ അറ്റംപ്റ്റ് ആണ് എന്നതുകൊണ്ടാണ് അത് അവരെ ഉണർത്തുന്നത്. അതുകൊണ്ട് പ്രബോധകന്മാരെപ്പോഴും പ്രബോധനം ചെയ്യുന്നത് ആരോടാണെങ്കിൽ അവരിൽ വല്ല പ്ലസ് പോയിന്റും എടുത്തു പറയേണ്ടതുണ്ടെങ്കിൽ ആ പ്ലസ് പോയിന്റുകളെ ആവർത്തിച്ചു പറയണത് അവരെ കൂടി നമ്മുടെ ശബ്ദം കേൾക്കാൻ പ്രചോദനമുണ്ടാക്കുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് ഇവരുടെ പൂർവികർക്ക് അക്കാലഘട്ടത്തിലുള്ള ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠത നൽകിയിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നു എന്ന ഒരു കാര്യം എന്ത് ചെയ്യണത് അല്ലാഹു തആല ഇവിടെ ഉണർത്തിയത് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുക, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരോട് വലിയ ഗൗരവത്തിന്റെ സ്വരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്ത്? ഈ ലോകത്ത് വഅന്നി ഫളൽതുകും അലൽ ആലമീൻ യദുല്ലു അലാ അന്ന റിആയത്തൽ അസ്ലഹി ലാ തജിബു അലല്ലാഹി തആല ലാ ഫി ദുനിയ വലാ ഫി ദീനി. ലോകത്തുള്ള എല്ലാവരെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ ശ്രേഷ്ഠമാക്കി എന്ന് പറയുന്നത് അല്ലാഹു അവർക്ക് ചെയ്തു കൊടുത്ത വലിയൊരു അനുഗ്രഹമാണ്. അല്ലാതെ അങ്ങനെ ചെയ്തു കൊടുക്കൽ അല്ലാഹു തആലക്ക് എന്തുള്ളതല്ല, നിർബന്ധമുള്ള സംഗതിയൊന്നും അല്ല. എന്നിട്ടും അല്ലാഹു എന്ത് ചെയ്തു? അവർക്ക് മറ്റു പലർക്കും നൽകാത്ത പ്രത്യേകതകളും ശ്രേഷ്ഠതകളും നൽകി എന്ന് വരുമ്പോൾ അവർക്ക് അള്ളാഹുവിനോട് തിരിച്ചുണ്ടാകേണ്ട ബാധ്യത എന്താകുന്നു? വളരെ വളരെ കൂടുതലാകുന്നു എന്ന ഒരു കാര്യം കൂടി ഇവിടെ ഈ വിഷയത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി എന്നിട്ട് അല്ലാഹു തആല സുമ്മ ഖറനഹു ബിൽ വഈദി, ഒരു വലിയ താക്കീദിന്റെ സ്വരം അല്ലാഹുവിനോട് ചേർത്ത് പറയാണ്. എന്ത്? വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. എങ്ങനത്തെ ദിവസം? ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ, ഒരു ശരീരവും മറ്റൊരു ശരീരത്തെ തൊട്ട് ഒന്നും തന്നെ ഒരു ബാധ്യതയും നിറവേറ്റാത്ത ദിവസം. ഒരു ശരീരവും മറ്റൊരു ശരീരത്തെ തൊട്ട് ഒരു ബാധ്യതയും നിറവേറ്റാത്ത ദിവസം. വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ, ഒരാളിൽ നിന്നും ഒരു റെക്കമെൻഡ് സ്വീകരിക്കപ്പെടുകയും ചെയ്യാത്ത ദിവസം. വലാ യുഖദു മിൻഹാ അദ്ലുൻ, ഒരാളിൽ നിന്നും ഒരു ദണ്ഡം സ്വീകരിക്കപ്പെടാത്ത ദിവസം. വലാഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടാത്തയും ദിവസം. അങ്ങനത്തെ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അഥവാ ഓരോ മനുഷ്യനും അവരവർ ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തനത്തിന്റെ ബലത്തിൽ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും ബലത്തിൽ മാത്രം പ്രതിഫലം അർഹിക്കേണ്ട ഒരു ഘട്ടം വരാനുണ്ട്. ആ ഘട്ടത്തിന്റെ ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇവിടെ ഏലം അന്നത്തിഖാ അൽ യൗമി,
ഒരു ദിവസത്തെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്തിഖാഉൽ ലിമാ യഹ്സുലു ഫീ ദാലിക്കൽ യൗമി മിനൽ ഇഖാബി വശദായിദി, ആ ദിവസത്തിൽ ഉണ്ടാകുന്ന ശിക്ഷയും ഗൗരവതരമായിട്ടുള്ള സംഭവങ്ങളും അത് സൂക്ഷിക്കണം എന്നാണ്. കാരണം എന്താ? ലഅന്ന നഫ്സൽ യൗമി ലാ യുത്തഖ, ഒരു ദിവസത്തെ സൂക്ഷിക്കുക എന്നുള്ള സംഭവമല്ല, മറിച്ച് ആ ദിവസത്തെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ ദിവസത്തിൽ ഉണ്ടാകുന്ന ശിക്ഷയെയും ഗൗരവതരമായി മനുഷ്യൻ സ്വീകരിക്കപ്പെടേണ്ട, അവൻ അഭിമുഖീകരിക്കേണ്ട സംഗതികളെയും ഓർക്കണമെന്നാണ്. സ്വർഗാവകാശികളും നരകാവകാശികളും എന്ന വ്യത്യാസമല്ലാതെ എല്ലാവരും ഒരുമിച്ച് കൂടപ്പെടുന്ന ആ ഒരു ഗൗരവതരമായിട്ടുള്ള ദിവസം, ആ ദിവസത്തെ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഓർക്കേണ്ടതുണ്ട് എന്ന് അറിയിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഗൗരവതരമായിട്ടുള്ള ഒരു വിശേഷണമാണ് ആ ദിവസത്തിൽ അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഏതൊരു മനുഷ്യന്റെ മനസ്സിനെയും പിടിച്ചു ഉലക്കാൻ മാത്രം പര്യാപ്തമായിട്ടുള്ള ഗൗരവത്തിന്റെ ശൈലിയാണ് ഒരാളും മറ്റൊരാളുടെ ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാത്ത ദിവസം, ഒരു റെക്കമെന്റിന്റെയും ഫലം നടക്കാത്ത ദിവസം, എന്തെങ്കിലുമൊക്കെ പകരം കൊടുത്തുകൊണ്ട് രക്ഷപ്പെടാനുള്ള സംവിധാനമില്ലാത്ത ദിവസം, ഒരു സഹായവും ഒരാളിൽ നിന്നും ലഭിക്കാത്തൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഒറ്റപ്പെടലിന്റെ വേദനയും അതിന്റെ വെപ്രാളവും ശരിക്കും അനുഭവിക്കുന്ന ഒരു ദിവസം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവതരമായി ഉണർത്തിയാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ആ ദിവസത്തിന്റെ ഗൗരവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണോ, യോഗ്യതകൾ എന്തൊക്കെയാണോ, ആ യോഗ്യതകൾ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനിൽ നിന്ന് ഒന്നും തന്നെ എന്താക്കാത്ത, പകരം സ്വീകരിക്കാത്ത എന്ന് പറഞ്ഞാൽ ഒമഅനൽ അന്ന യൗമൽ ഖിയാമത്തി, അന്ത്യനാൾ ലാ തനൂബു നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ വലാ തഹ്മലു അൻഹാ ഷൈഅൻ മിമ്മാ അസാബഹാ. ഒരാളും മറ്റൊരാളുടെ ഒന്നും തന്നെ ഏറ്റെടുക്കുകയോ ഒരാളുടെ ബുദ്ധിമുട്ട് മറ്റേയാൾ സഹിക്കുകയോ വഹിക്കുകയോ ചെയ്യില്ല. മറിച്ച് ബൽ യഫിറുൽ മർഉ ഫീഹി, ആ ദിവസത്തിൽ മനുഷ്യൻ ഓടിപ്പോകും, മിൻ അഖീഹി, സ്വന്തം സഹോദരനെ തൊട്ടും, വ ഉമ്മിഹി, മാതാവിനെ തൊട്ടും, വാബീഹി, വാപ്പയെ തൊട്ടും ഒക്കെ ഓടിപ്പോകും എന്നാണ് പറഞ്ഞത്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫൈദാ ജാഅത്തിസ് സാഖ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി. കണ്ടോ, ഓരോരുത്തരും അവനവന്റെ കാര്യം മാത്രം നോക്കും. എന്റെ വാപ്പന്ന് എന്ത് അവസ്ഥയിലാണ് എന്ന് ഒരു മകൻ ചിന്തിക്കില്ല, ഭർത്താവ് ഏതവസ്ഥയിലാണെന്ന് ഭാര്യ ചിന്തിക്കില്ല, ഭാര്യയുടെ ഗതികേട് എന്താണെന്ന് ഭർത്താവ് ആലോചിക്കില്ല, മക്കളുടെ കാര്യം രക്ഷിതാക്കൾ ചിന്തിക്കില്ല, രക്ഷിതാക്കളുടെ കാര്യം മക്കളും ചിന്തിക്കില്ലാത്തൊരു ദിവസം. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നത്, നമ്മൾ ശരിക്കും ഈ വിഷയത്തിൽ ഇവിടെ ഒരാൾ മറ്റൊരാൾ തൊട്ട് ഒരു പകരം സ്വീകരിക്കൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അന്ന താഅത്തൽ മുത്തീഇ ലാ തഖ്ലി അലൽ ആസി മാ കാന വാജിബൻ അലൈഹി. കണ്ടോ, ഒരു ആരാധന നിർവഹിച്ചവന്റെ ആരാധന ദോഷിയായ ആൾക്ക് എന്ത് ചെയ്യൂല എന്ന് അവിടെ ദോഷിയായ ആൾക്ക് അതിന്ന് കുറച്ചെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഓനായിട്ട് രക്ഷപ്പെടുത്തിക്കോളി എന്ന് പറയണേ ആ ഒരു സംഗതി ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. വഖത്തഖൗ ഹാദിഹി നിയാബത്തു ഫിദ്ദുനിയ, ഈ പകരം ചിലപ്പോ എവിടെ ഉണ്ടാവും? ഭൂമിയിൽ ഉണ്ടായിന്ന് വരും. ഏതുപോലെ കർറജുലി യഖ്ലി അൻ ഖരീബിഹി വസദീഖിഹി ദൈനഹു വയതഹമ്മലു അൻഹു, തന്റെ കൂട്ടുകാരനോ അല്ലെങ്കിൽ കുടുംബക്കാരനോ അയാളൊരു കടത്തിൽ കുടുങ്ങി, ശരി അത് ഞാൻ തരാന്ന് ആര് പറയും? ദുനിയാവ് നിലപ്പം നമ്മൾ പറയും അല്ലേ? ഒരാൾ വിഷമത്തിപ്പെട്ടിട്ടുണ്ട്, ആ വിഷമത്തിൽപ്പെട്ട ആൾ എന്ത് ചെയ്യണം? നമ്മൾ രക്ഷപ്പെടുത്തണം എന്നെന്ത് ചെയ്യും? നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവും. അല്ലെങ്കിൽ അതാ അവർ ഒരാൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, ആ തടഞ്ഞു വെച്ച ആളോട് എന്താ ഇവിടെ പ്രശ്നം? ഇയാൾ എനിക്ക് 1,00,000 രൂപ തരാനുണ്ട്, ആ പൈസ തരാതെ അയാളെ വിടൂല. ശരി, ആ പൈസ കിട്ടിയ പോരെ, ആ പൈസ ഞാനത് തന്നേക്കാം എന്ന് ഭൂമിയിൽ നിന്ന് ചിലപ്പോൾ ആര് പറയും? ആരും പറയും. അതേ സമയത്ത് പരലോകത്ത് മഹ്ശറിലെത്തിയിട്ട് ഫഅമ്മാ യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ ഫഇന്ന ഖളാഅൽ ഹുഖൂഖി ഇന്നമാ യഖൗ ഫീഹി മിനൽ ഹസനാത്തി, എന്നടോ 1,00,000 രൂപ ഞാൻ തരാന്ന് അവിടെ എന്ത് ചെയ്യൂല? 1,00,000 കൊടുക്കാനുള്ളവന്റെ കന്ന് ആ 1,00,000 പൈസ കൊടുത്താൽ എവിടുന്ന് രക്ഷപ്പെടൂല? പരലോകത്തുനിന്ന് രക്ഷപ്പെടൂല. അവിടത്തെ കടമകൾ വീട്ടൽ എന്തെന്നാ? ഇന്നമായ ഖൗഫിഹി മിനൽ ഹസനാത്തി, അത് നന്മകളിൽ നിന്ന് എടുത്തിട്ടാണ് എന്ത് ചെയ്യുക? അത് വീട്ടുക എന്നത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റഷീദ് ദേളി ലൈവിന്റെ സമയമായാൽ
ബൈക്കിലേക്ക് വരാവുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവിടെ ഭൂമിയിൽ ജീവിക്കുമ്പോ ഒരാളുടെ ഉത്തരവാദിത്തങ്ങൾ മറ്റേയാളെ ഏറ്റെടുക്കും. ചിലപ്പോൾ അവന്റെ കയ്യിലുള്ള പൈസ കൊടുത്തുകൊണ്ട് അവന്റെ പ്രശ്നത്തിൽ നിന്ന് അവനെ ഊരിക്കൊണ്ടുവരാൻ സാധിക്കും. ചിലപ്പോൾ അതിനുവേണ്ടി ലക്ഷങ്ങൾ തന്നെ മുടക്കാൻ ആളുകൾ തയ്യാറാകും. എന്നാൽ പരലോകത്തെത്തുമ്പോ ഒരാൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്, 5 വക്ത നിസ്കാരവും കൂടെ ഉണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെടും എന്നറിഞ്ഞാൽ അയാൾ പെട്ടാലും വേണ്ടില്ല വെട്ടിലും വേണ്ടില്ല, ഞാൻ ആ വൈക്കില്ല, ഞാൻ ഈ നാട്ടുകാരനല്ല എന്നേ എല്ലാരും പറയുള്ളൂ. ഇനി അല്ലെങ്കിലോ എന്റെ ദുനിയാവിൽ കുറച്ച് പൈസ ഉണ്ട്, ബാങ്കിൽ കുറച്ച് എന്തുണ്ട്, റഷീദ് തേളിക്ക് റൈസ് ഹാൻഡ് ചെയ്യാൻ പറ്റണില്ല എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പിന്നെ എന്തെങ്കിലും ഡോട്ടോ എന്തെങ്കിലും മൈക്ക് ഡോട്ടോ മറ്റുണ്ടോന്നൊന്ന് ശ്രദ്ധിക്കണം. അഡ്മിന്മാരാരെങ്കിലും കേൾക്കണവര് എന്ന് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കാണ്. ഇൻഷാ അല്ലാ ഇല്ലെങ്കിൽ ലേശോടി കഴിഞ്ഞിട്ട് നമ്മൾ പ്രധാനപ്പെട്ട അവിടുത്തെ ജലാലിയ അഡ്മിൻ ജലാലിയ റാത്തീബും അതേപോലെ തന്നെ എം എ ഉസ്താദ് അടക്കമുള്ളവരൊക്കെ സംബന്ധിക്കുന്ന വലിയ ഒരു പ്രൗഢമായ പരിപാടിയാണ്. അത് നമുക്ക് തീരെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. റുവൈസ് അഡ്മിനില്ലേ കിശ്ശേരിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ അത് ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് റൂം കയറാൻ പറ്റുന്നുണ്ടോ? റൂമിലുണ്ടോ റഷീദ് അലി റഷീദ് അലി? ആ റൂമിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അഡ്മിന്മാരൊന്നായി മൗസ് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന്റെ ഇതിന്റെ നേരെ വെച്ച് നോക്കിയാല് എന്ത് ചെയ്യാൻ പറ്റും. ചിലപ്പോ എപ്പോഴെങ്കിലും റൂമിൽ എല്ലാവർക്കും ഓൾഡ് ഔട്ട് ഇട്ട സമയത്തൊക്കെ ചിലപ്പോ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓൾഡ് ഔട്ട് ഇട്ട സമയത്തൊക്കെ അദ്ദേഹത്തിന് ആ ഡോട്ടിലാണ് പോയതേക്കും. റുവൈസ് റെഡ് ഡോട്ട് റഷീദ്. ഓക്കെ, ഇനി നോക്കിയേ, മൈക്ക് ബാൻ അങ്ങനെ ഉണ്ടാവില്ലോ. മൈക്ക് വെച്ചിട്ട് അങ്ങനെ ബാൻ വരൂല. ഏതായാലും ശരി, അത് ഉത്തരവാദപ്പെട്ടവർ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒന്നുമില്ല. ഇനി ഒന്ന് കൈ പൊക്കി നോക്കിയേ, പൊക്കാൻ അറിയില്ലേ? ഒന്ന് കൈ പൊക്കി നോക്കിയാൽ പഠിച്ചോന്നെ. അതാരാ? മർസൂക്കാണോ? മർസൂക്ക് ലൈവ് കൊടുക്കാനാണോ? റെഡ് ഡോട്ട്. ഓക്കെ, എന്നാ ശരി. ഇൻഷാ അല്ലാ നമുക്ക് ഇർഫാൻ ഉസ്താദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.